നമ്മുടെ ശോഭന പാസ്റ്റർ നമ്മുടെ നടുവിൽ ശുശ്രൂഷയ്ക്ക് വന്നിട്ടുണ്ട്. പാസ്റ്റർ, thank you pastor for coming. We are inviting Shobra pastor to this supernatural Google prayer meeting. Pastor, അസാധ്യമായ വചനത്തിന്റെ ആഴത്തിലെ വെളിപ്പാടുകൾ ശുശ്രൂഷിക്കുന്ന അഭിഷിക്തരാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. ഇന്ന് നമ്മുടെ ആത്മാവിനെ വീണ്ടും പരിശുദ്ധാത്മാവ് ശുശ്രൂഷ ചെയ്യാൻ പോവുക. പാസ്റ്റർ പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമല്ലോ? കേൾക്കാം. ഉറക്കെ പറയണേ മാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമല്ലോ? കേൾക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രികാലം ഒരുമിച്ച് കർത്താവിന്റെ സന്നിധി കടന്നു വരുവാൻ ദൈവം നമുക്ക് ചെയ്ത വലിയ അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സകല മഹത്വവും ദൈവത്തിന് കരയേറ്റുന്നു. വിശേഷാല് ഈ രഹബോത്ത് സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ഗൂഗിൾ മീറ്റിംഗിന്റെ നടുവിൽ ഒട്ടനവധി പ്രാവശ്യം കർത്താവിന്റെ വചനവുമായിട്ട് ആയിരിക്കാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം എന്നെ അനുവദിച്ച അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വിശേഷാല് ഈ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഈ മീറ്റിങ്ങുകൾക്ക് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദൈവദാസി, ഒപ്പം തന്നെ ഈ മീറ്റിങ്ങിനെ പങ്കെടുക്കുന്നവർ, ശേഷത്തിൽ ഈ മീറ്റിംഗിൽ കേൾക്കുന്നവര് എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് സ്നേഹത്തെയും വന്ദനത്തെയും ഇന്ന് രാത്രി ഞാൻ അറിയിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രദേശത്തൊക്കെ മഴയുടേതാകുന്ന നല്ല സാഹചര്യമാണ് ഉള്ളത്. അല്പം ശാരീരികമായ ബുദ്ധിമുട്ട് 1-2 ദിവസങ്ങൾ കൊണ്ട് എനിക്കുണ്ട്. എന്നാൽ ഞങ്ങളുടെ പ്രദേശം തിരുവനന്തപുരത്തിന് നിന്ന് പൊന്മുടി പോകുന്ന അവസാനത്തെ ബസ് സ്റ്റാൻഡ് അത് ഞങ്ങളുടെ ദേശത്താണ്, ബിജുലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 24 കിലോമീറ്ററാണ് പിന്നെ പൊന്മുടിക്ക് മല കയറേണ്ടത്. അപ്പോൾ പൊന്മുടിയിലുള്ളതാകുന്ന ഇക്കോ സീസൺ അനുസരിച്ചുള്ള മഞ്ഞ് ഒത്തിരി ഞങ്ങളെ ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കാട്ടാക്കട ഭാഗത്ത് പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം ഞങ്ങളുടെ ഈ ടൗൺ ഭാഗത്ത് നിന്ന് ഒരു 4 കിലോമീറ്ററോളം ടൗൺ അടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് റോഡിലേക്ക് മഞ്ഞിറങ്ങി കിടക്കുന്ന വളരെ മനോഹരമായ ഭയങ്കര തണുപ്പായിരുന്നു. ആ രീതിയിൽ പൊന്മുടിയിൽ മഞ്ഞിറങ്ങി കിടക്കുന്നത് പോലെ മഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പൊന്മുടിയിലെ ഒരു പ്രത്യേകത, കോടമഞ്ഞിറങ്ങുന്ന സമയത്ത് ചെറിയ മഴയൊക്കെ പെയ്യുന്ന സാഹചര്യം, അതൊരു സീസണാണ്. ആരെങ്കിലും തിരുവനന്തപുരത്ത് പൊന്മുടി കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവമക്കളെ ഇടയ്ക്കൊക്കെ നിങ്ങൾ വരണം. ദൈവം അത് നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം. വേഗത്തിൽ നമുക്ക് ദൈവവചനത്തിനകത്തേക്ക് സ്തോത്രം പ്രവേശിക്കാം. കർത്താവിനായിട്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ. വേഗത്തില് ഒരു വാക്യം വായിച്ച് മുമ്പിലേക്ക് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 30 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ അതിന്റെ 14 മുതൽ 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഇതിൽ വേഗത്തിൽ ചിലത് മാത്രം ഞാൻ ഒന്ന് വായിച്ചു പോവുകയാണ്. ഞാൻ തന്നെ വായിക്കാം. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിപ്പിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഈ ഒരൊറ്റ കുറുവാക്യത്തിനകത്ത് നിന്നുകൊണ്ട് ആ കാര്യങ്ങളെ താഴ്ത്തൊന്ന് ചിന്തിക്കുവാൻ ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ വാഴ്ത്തുകയാണ്. ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ മെടുക്കോ ഒന്നുമല്ല, ആഗ്രഹിച്ച തീരുമാനിച്ച ദിവസം മുതൽ എല്ലാ ആഴ്ചകളിലും മീറ്റിംഗ് നടക്കുന്ന അതേ ദിവസത്തിൽ അതേ സമയത്തിനകത്ത് ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ ദൈവത്തിന്റെ സമയത്തിനകത്താണ് ആയിരിക്കുന്നത്. ഞങ്ങൾ ദൈവത്തിന്റെ ചലനത്തിനകത്താണ് ആയിരിക്കുന്നത്. തുടർന്ന് ഞങ്ങൾ ആ സമയത്തിനകത്ത് ചലിക്കുവാൻ വേണ്ടി പോകുകയാണ്. തുടർന്ന് ഞങ്ങൾ ആ സമയത്തിനകത്ത് ദൈവത്തെ കേൾക്കുവാൻ വേണ്ടി പോകുകയാണ്. അത് മനുഷ്യനെ കേൾക്കുന്നത് പോലെയല്ല. ഇന്ന് രാത്രി അത് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കട്ടെ. ഇന്ന് രാത്രി അത് ഞങ്ങളുടെ
ശുശ്രൂഷ മേഖലകളിൽ സംഭവിക്കട്ടെ. എല്ലാ വാഴ്ചകളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു, എല്ലാ എതിരുകളെയും ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഇന്ന് രാത്രി വചനത്തിന്റെ പ്രകാശം പൂർണ്ണമായിരിക്കുന്ന എല്ലാ ആമയാമി പ്രതികൂലങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദർശിക്കുന്നു. ഇന്ന് രാത്രി പുതിയാണ് ഹൃദയത്തെ തുറന്നതുപോലെ ഇന്ന് രാത്രി കർത്താവേ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളുടെ ഹൃദയങ്ങളെയും ഇന്ന് രാത്രി ദൈവ സ്വർഗം തുറക്കണം. ഇന്ന് രാത്രി വളരെ ശ്രദ്ധിക്കപ്പെടുന്നതാകുന്ന രീതിയിൽ ദൈവവചനത്തിന്റെ വിത്തുകൾ അവരുടെ ഹൃദയത്തിനകത്ത് വീണ് 30, 60, 100 മേനിയായി അവൻ തിരുവചനം പറയുന്ന 100 മേനി അവരുടെ ജീവിതത്തിനകത്ത് ആത്മാവിൽ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നടത്തിയാട്ടെ, ദൈവകരം ഇറങ്ങട്ടെ. ശക്തന്മാരായുള്ള ദൈവത്തിന്റെ ദൂതന്മാർ ആയുധപാണികളായി ഇന്ന് രാത്രി ഇറങ്ങിക്കൊണ്ട് വചനം ആമെ വിതയ്ക്കുമ്പോൾ അതിന് വിരോധമായി വ്യാപരിക്കുന്ന ചില അസ്വസ്ഥതകളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ദൈവശക്തി വ്യാപരിക്കും. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി അന്തരീക്ഷത്തിനകത്ത് പടർന്നു പിടിക്കട്ടെ. കർത്താവ് ഈ വീട്ടിനകത്ത് പങ്കെടുക്കുന്ന ഓരോ വീട്ടിനകത്തും ദൈവശക്തി പിടിക്കട്ടെ. ഓരോ വ്യക്തികളിലേക്കും ദൈവശക്തി പിടിക്കട്ടെ. അവരുടെ അന്തരീക്ഷത്തിനകത്ത് അഭിഷേകം ചലിക്കട്ടെ. ദൈവവചനത്തിന്റെ സാന്നിധ്യം ആ വ്യക്തികൾ നിറയട്ടെ, ആ ഫോണുകൾ നിറയട്ടെ. ആ വ്യക്തികളുടെ കേൾവികളുടെ മേൽ ദൈവശക്തിയുടെ വ്യാപാരം വർദ്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവം ചിലതിനെ കൂട്ടുന്നു. വഞ്ചനകളെ ദൈവം കൂട്ടിയിടുന്നു. വഞ്ചനകളെ ദൈവം ബ്ലോക്ക് ചെയ്യുന്നു. വഞ്ചനകളെ ദൈവം ദിവസങ്ങളെ നീതിമാന്മാർ പുറത്തു വരും. ദിവസങ്ങളെ നീതിമാന്മാർ പുറത്തു വരും. ദിവസങ്ങളെ നീതിമാന്മാർ പുറത്തു വരും. അവർ പല പോലെ തഴയ്ക്കും. കരഞ്ഞുകൊണ്ട് വിത്ത് വിതച്ചവരൊക്കെ ആമൻ ആർത്തുകൊണ്ട് കറ്റ ചുമന്നുകൊണ്ട് നടക്കുന്ന ദിവസങ്ങൾക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ ഇന്ന് രാത്രി വചനത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണം. പരിശുദ്ധാത്മാവിന്റെ കാലം ഞങ്ങളുടെ മേൽ ചലിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ കർത്താവെ ആമേ കർത്താവ് ലീഡിങ് വഹിക്കുന്ന ദൈവദാസി ബ്ലസ് ചെയ്യുന്നു. കടന്നു വന്ന ദൈവമക്കളെ ബ്ലസ് ചെയ്യുന്നു. തുടർന്ന് ഞങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കാൻ വേണ്ടി പോകുകയാണ്. ആത്മാവിനെ ഞങ്ങളെ ബലപ്പെടുത്തിയാട്ടെ, ശക്തീകരിച്ചാട്ടെ. കർത്താവെ ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെ ദൈവം ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ദാനമായി തന്ന സകലത്തെയും യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങൾ മറച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിന്റെ വലിയ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നാം ദൈവസന്നിധിയിലേക്ക് ആയിരിക്കണം. ആമേൻ. വിവിധ പ്രാവശ്യം ഞാൻ ദൈവത്തിന്റെ വചനവുമായിട്ട് വന്നതുപോലെ അല്ല. ഇന്ന് രാത്രിക്കാലം നമ്മൾ വളരെ ഗൗരവമായുള്ള ഒരു വിഷയമാണ് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ എടുക്കുന്ന വിഷയത്തിന് മുമ്പിൽ ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. കാരണം കർത്താവിന്റെ ദാസി ശുശ്രൂഷിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആ ശുശ്രൂഷയുടെ വലിയൊരു ആമുഖം ദൈവദാസിയിലൂടെ അറിയിക്കുവാനായിട്ടിടയായിട്ടുണ്ട്. വഞ്ചിക്കപ്പെടരുത്. പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുക, പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെടുക, പരിശുദ്ധാത്മാവിനാൽ നിറയുക. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിന്റെ സന്നിധിയിൽ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആത്മാവിന്റെ ബലത്തെ പ്രാപിച്ച് നമുക്കൊരു വലിയ യുദ്ധം ജയിക്കാനുണ്ട്. നമുക്ക് വലിയ പോരാട്ടങ്ങൾ ജയിക്കാനുണ്ട്. വലിയ വലിയ എരിവോക്ത മതിലുകളെ ഇടിച്ചു തകർക്കുവാനുണ്ട്. വലിയ കാരാഗ്രഹത്തിന്റെ പ്രമാണിമാരെ ആവേശം സ്നാനപ്പെടുത്തുവാനുണ്ട്. വലിയ ദൈവപ്രവൃത്തികൾ നമ്മളെ കാത്തിരിക്കുമ്പോൾ ഈ ദിവസങ്ങൾ നമ്മൾ ആരും വഞ്ചിക്കപ്പെട്ടു പോകരുത്. സ്തോത്രം. ഓരോ ഘട്ടങ്ങളിലും ദൈവാത്മാവ് ആവേശസ്തോത്രം ഇങ്ങനെ റെവലേഷനുകളാണ് തരുന്നത്, വെളിപ്പാടുകളാണ് തരുന്നത്. ആവേശസ്തോത്രം എനിക്ക് വളരെ സന്തോഷമാണ്. ഞങ്ങളിപ്പോൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഹയർ റലം. ഉയർന്ന തലത്തിലെ കേൾവിയുടെ തലം ഒന്നാമത്തെ തലമാണ്. ഉയർന്ന തലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ഒന്നാമത്തെ തലം കേൾവിയുടെ തലമാണ്. ഞങ്ങളത് ഓരോ ആഴ്ചയും ദൈവാത്മാവ് വ്യത്യസ്തമായി ഞങ്ങളത് കേൾപ്പിക്കുകയാണ്. സ്തോത്രം. കർത്താവിന്റെ വലിയ ഒഴുക്കിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇന്ന് രാത്രികാലം
സ്തോത്രം ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം എനിക്ക് തന്ന വേദഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 14 മുതൽ സ്തോത്രം 30 വരെയുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നാം വായിച്ചിരിക്കേണ്ട വേദഭാഗങ്ങളാണ് ഈ വേദഭാഗങ്ങൾ. കാരണം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുമ്പോൾ പലരും മുമ്പന്മാരെ പിമ്പന്മാരായി കൊണ്ടിരിക്കുമ്പോൾ പല പിമ്പന്മാരും മുമ്പന്മാരായി കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഈ ദൈവവചനം കേൾക്കുന്ന നാം നിൽക്കുന്ന സ്ഥലത്തു നിന്ന് മുൻപിലേക്ക് ചലിക്കുവാൻ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, നമ്മുടെ ആത്മീക ബലം വർദ്ധിക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനയുടെ വീര്യം വർദ്ധിക്കുവാൻ, നാം തളർന്നു പോകാതിരിക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം നമ്മുടെ മേൽ ഇറങ്ങട്ടെ. എനിക്ക് മനസ്സിലാക്കാൻ വലിയൊരു ദൈവ സാന്നിധ്യം ഈ വചന ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നുണ്ട്. വലിയ ദൈവത്തിന്റെ കൃപ അവൻ ഇവിടെ വ്യാപിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങൾ ആരും വഞ്ചിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരും തകർന്നു പോകരുത്. അവൻ ഉപനിവേശനം പോലെയൊക്കെ വിശ്വാസ കപ്പൽ തകർന്നു പോയതുപോലെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പടക്, നിങ്ങളുടെ കപ്പൽ തകർന്നു പോകരുത്. സ്തോത്രം. ഒരാമേ പറയാം. അന്ത്യകാലത്തിലാണ് നാം ആയിരിക്കുന്നത്. അന്ത്യകാലത്തിൽ മനുഷ്യൻ സ്വസ്നേഹികളും വപ്പ് പറയുന്നവരുമായി തീരും. ആമേശ്വരം അന്ത്യകാലത്തിനകത്ത് മനുഷ്യർ അവരുടെ സമ്പത്ത് പ്രകടിപ്പിക്കുന്നവരായി തീരും. അന്ത്യകാലത്ത് മത്സരികളായി തീരും. അന്ത്യകാലത്തെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ വേദപുസ്തകത്തിന് ബന്ധം പറയുന്നുണ്ട്. എന്നാൽ ദൈവസഭയ്ക്ക് പ്രയോജനമാകുന്ന ഒരു ആത്മീക ദൂത് ഈ വേദപുസ്തക ഭാഗത്ത് നിന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എടുത്ത ദൂതിനോട് ചേർന്ന് ഒരുമിച്ച് 25-ാം അധ്യായം തന്നെ അതിന്റെ അവസാന ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്ന കോലാടുകളുടെ ഭാഗത്തിൽ തൊട്ടൊന്ന് നിർത്തും. അത് നമ്മുടെ ഹൃദയത്തെ ഇന്ന് രാത്രി ദൈവം മുഖാന്തരം തൊടും. പറയാം. വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ പരസ്യയോഗത്തിന് പോകാറുണ്ട്. സുവിശേഷ യോഗങ്ങൾക്കൊക്കെ പ്രസംഗിക്കാൻ ദൈവാവസരം തരാറുണ്ട്. സഭായോഗങ്ങൾക്ക് ശുശ്രൂഷിക്കുന്നുണ്ട്. വിവിധ മീറ്റിങ്ങുകളിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. അവിടെയൊക്കെയും വിശ്വസ്തനാകുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അവിശ്വസ്തം മനുഷ്യരോടെന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തോട് വിശ്വസ്തനായിരിക്കുക. ദൈവം തരുന്ന ശബ്ദം തന്നെ നാം മനുഷ്യരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. അധികം ഞാൻ ആമേശ്വരം മുൻപിലേക്ക് പറഞ്ഞ സമയം കളയുന്നില്ല. വേഗത്തിൽ വചനം വായിച്ച് വചനത്തിന്റെ വിശദീകരണത്തിനകത്തേക്ക് ദൂതിനകത്തേക്ക് കയറുവാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അതിന്റെ 14-ാമത്തെ വാക്യം, ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. എത്ര ശക്തമായൊരു പദമാണ്. അവരെ ഏൽപ്പിച്ചു, അവരെ ഏൽപ്പിച്ചു, അവരെ ഏൽപ്പിച്ചു. ഓരോ തവണയും ആ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ, ആ വാക്ക് നമ്മൾ, ആ പദം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിൽ നിന്ന് ശോഭിക്കുവാൻ, ആത്മാവിൽ നിന്ന് ബലപ്പെടുവാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഫലമേൽപ്പിച്ച ചില താലന്തുകളുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഏൽപ്പിച്ച ചില കഴിവുകളുണ്ട്. ദൈവാത്മാവ് നമ്മളെ ഏൽപ്പിച്ച ചില ശുശ്രൂഷകളുണ്ട്. ദൈവാത്മാവ് നമ്മളെ ഏൽപ്പിച്ച ചില പ്രാർത്ഥനയുടെ ജീവിതമുണ്ട്. ദൈവാത്മാവ് നമ്മളെ ഏൽപ്പിച്ച ഉപവാസത്തിന്റെ ജീവിതമുണ്ട്. ദൈവാത്മാവ് നമ്മളെ ഏൽപ്പിച്ച വചന വായനയുടെ ജീവിതമുണ്ട്. ദൈവാത്മാവ് നമ്മളെ ഏൽപ്പിച്ച താലന്തുകളുണ്ട്. ഇന്ന് രാത്രിക്കാലം പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേശ്വരം യേശു ഇവിടെ പറയുന്ന ഒരു ഉപമയാണ്. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു, അവരെ ഏൽപ്പിച്ചു, അവരെ ഏൽപ്പിച്ചു. ദൈവസഭയ്ക്ക് ദൈവം ചില സമ്പത്തുകളെ തന്നിട്ടുണ്ട്. ഇന്ന് രാത്രികാലം നമ്മുടെ അലസതകൾ മാറിപ്പോകട്ടെ. നമ്മുടെ അലസതകൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തെ മാറിപ്പോകട്ടെ. ദൈവം ഒരു സമ്പത്ത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ യജമാനൻ ഒരു വലിയ സമ്പത്ത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ദൈവം സമ്പത്ത് തന്നിരിക്കുമ്പോൾ നമ്മൾ ആരാണ്? സമ്പന്നന്മാരാണ്. നിങ്ങൾ എന്റെ കൂടെ വാ. നിങ്ങൾ സമ്പന്നരാണ്. നിങ്ങൾ ക്രിസ്തുവിൽ സമ്പന്നരാണ്. നിങ്ങൾ വചനത്തിൽ സമ്പന്നരാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സമ്പന്നരാണ്. നിങ്ങൾ വെളിപ്പാടിനകത്ത് സമ്പന്നരാണ്. നിങ്ങൾ പ്രവചനത്തിനകത്ത് സമ്പന്നരാണ്. നിങ്ങൾ കൃപാവരത്തിനകത്ത് സമ്പന്നരാണ്. ദൈവം ചില സമ്പന്നതകളെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. എനിക്കറിയാം കർത്താവ് വിശ്വസ്തനാണ്. കർത്താവ് ഒരു വചനം തരുമ്പോൾ
ഞാൻ പഠിക്കാനിരിക്കുമെങ്കിലും ആമേ സ്തോത്രം കർത്താവ് ആ ദൂതുകളൊക്കെ വ്യാഖ്യാനിച്ച് തരുമ്പോൾ ഇതുവരെ ശുശ്രൂഷിച്ചിട്ടില്ലാത്ത പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ദൈവം നമ്മുടെ കരങ്ങളിൽ ഒരു സമ്പത്ത് തന്നിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഒരു സമ്പത്ത് തന്നിരിക്കുക. നോക്കോണേ, ഇങ്ങനെ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ ഇവിടെ ഒരു ചെയറിട്ട് വന്നിരിക്കാം, ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ എല്ലാവർക്കും കൃപ ലഭിച്ചിട്ടില്ല. സ്തോത്രം. ഒരു സുഖ നടക്കുമ്പോൾ, ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ അവിടെ ചെയറിട്ട് വന്നിരിക്കുവാൻ എല്ലാവർക്കും കൃപ ലഭിച്ചിട്ടില്ല. ദൈവം നിങ്ങളൊരു സമ്പത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. വചനം പറയുന്നു, മനുഷ്യർ തള്ളിക്കളഞ്ഞതിന് ദൈവം മൂലക്കല്ലാക്കി മാറ്റി. സ്തോത്രം. എന്താണ് മൂലക്കല്ലിന്റെ പ്രത്യേകത? ആമേൻ സ്തോത്രം. മൂലക്കല്ലെന്ന് പറഞ്ഞാൽ ആമേൻ ആ വലിയ ബിൽഡിങ്ങിനെ, ആ വലിയ ഭവനത്തെ പിടിച്ചു നിർത്തുവാൻ ശക്തിയുള്ളതാകണം. അപ്പൊ അതിനെ തള്ളിക്കളയണമെങ്കിൽ അതിനെ കഴിവില്ല, അതിനുള്ള എബിലിറ്റി അതിനില്ല. അതുകൊണ്ടാണ് അതിനെ തള്ളിക്കളഞ്ഞത്. അടുത്തത് മൂലക്കല്ലെന്ന് പറയുമ്പോൾ ആമേൻ സ്തോത്രം, അതിന് ആമേൻ 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 കാണുമ്പോൾ തന്നെ ആമേൻ ആമേൻ അവരുടെ കണ്ണിനകത്ത് ആമേശ്വരം അതിനെ വഹിക്കുവാനുള്ള ബലമുണ്ടാകണം. ആമേ കാഴ്ചയ്ക്ക് അത് ഉണ്ടായിരുന്നു, പക്ഷെ അവരെ കൊണ്ടുപോയി ആമേശ്വരം മൂലക്കല്ലിന് വേണ്ടി ഇടുമ്പോൾ ആമേൻ അവർക്ക് മനസ്സിലായി ഇതിന് യോഗ്യതയുള്ളതല്ല. ആമേശ്വരം ഒരു മൂലക്കല്ലാക്കി ക്രിസ്തു എന്ന മൂലക്കല്ലോട് ചേർത്ത് ദൈവം നമ്മളെ പണിതിരിക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെ തള്ളിക്കളഞ്ഞ സ്ഥാനങ്ങളിൽ ദൈവം നമ്മളെ ഒരു മൂലക്കല്ലാക്കിയിരിക്കാൻ കഴിയില്ല, സാമർഥ്യമില്ല, അനേകരെ പിടിച്ചു നിർത്താൻ കഴിയില്ല, ആമേശ്വരം അതിനുള്ള ശുശ്രൂഷകളില്ല എന്നൊക്കെ പറഞ്ഞ മനുഷ്യർ തള്ളിക്കളയുമ്പോൾ ആമേ കർത്താവ് ആമേശ്വരം മൂലക്കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലെ നിർത്തിയിരിക്കുന്നത് പോലെ എന്നെ നിങ്ങളെ നിർത്തി ആ ക്രിസ്തു എന്ന പാറമേൽ ചേർത്ത് നിർത്തി ജീവനുള്ള കല്ലുകളായി പണിതിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവമേ ആമേശ്വരം ആമേ ഇന്ന് രാത്രികാലം ദൈവത്തോട് പറഞ്ഞാണ്, ദൈവമേ എന്നെ നീ ഒരു മൂലക്കല്ലെ തിരഞ്ഞെടുത്തോ. പലരും തള്ളിക്കളഞ്ഞെങ്കിലും നീ എന്നെ ചേർത്ത് പിടിച്ചു, നീ എന്നെ തിരഞ്ഞെടുത്തു, വന്നു. ഞാൻ സ്തോത്രം ചെയ്യുന്നു പറഞ്ഞാൽ ദൈവം ഒരു സമ്പത്ത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന് ഒരുപാട് താലന്തുകളെ കൊടുക്കുന്നതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. എങ്കിലും ആ സമ്പത്ത് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന വാക്കിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ താലന്തുകളിലേക്ക് കടക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഒത്തിരി ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് ഉദാഹരണങ്ങളുടെ അകത്തുകൂടെ ഞാൻ നിങ്ങളുടെ അകത്തേക്ക് ഈ ആശയത്തെ ഒന്നിട്ട് തരുവാൻ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ബലപ്പെടുകയാണ്. സ്തോത്രം. നോക്കോണേ, ദൈവം നമ്മളൊരു സമ്പത്ത് ഏൽപ്പിച്ചിരിക്കുക. ആ യജമാനൻ, ആ വലിയ യജമാനൻ തന്റെ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത്, അവൻ ദൈവത്തിന്റെ സമ്പത്ത്, ആ യജമാനന്റെ സമ്പത്ത് അവൻ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിന്റെ സമ്പത്ത് വഹിക്കുന്നവരാണ്. നിങ്ങൾ ദൈവത്തിന്റെ സമ്പത്ത് വീക്ഷിക്കുന്നവരാണ്. നിങ്ങൾ ദൈവത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. സ്തോത്രം. നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഈ വർഷങ്ങൾ ഒതുങ്ങിക്കൊള്ളുവാനോ പോകുവാനോ അവൻ അടിച്ച് ഒതുക്കപ്പെടുവാനോ അല്ല, നിങ്ങൾ വർദ്ധിച്ചു പെരുകണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഞാന് ഒരു സമ്പത്ത് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നോക്കുകയാണെങ്കിൽ ഈ വേദഭാഗത്തിനകത്ത് കടന്നു വന്നത് അതിന്റെ പശ്ചാത്തലത്തിനകത്തൂടെ ചുറ്റിച്ച് തന്നെ നമുക്ക് കടന്നു പോകാം. അപ്പോ ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ, അന്യദേശത്ത് പോയപ്പോൾ തന്റെ ദാസന്മാരെല്ലാവരെയും വിളിച്ചു. എല്ലാവരെയും വിളിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ സമ്പത്ത് മുഴുവനും അവരെ അങ്ങ് ഏൽപ്പിച്ചു. സ്തോത്രം. അതിന്റെ 15-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ഒരുവന് 5 താലന്ത് കൊടുത്തു, ഒരുവന് 2 താലന്ത് കൊടുത്തു, ഒരുവന് 1 കൊടുത്തു. ഇങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യജമാനൻ യാത്ര പുറപ്പെട്ടു. സ്തോത്രം. ആ വാക്കുകളെ രാത്രികാലം വളരെ ഗൗരവമായി എടുക്കണം. ആമേ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ താലന്തുകൾ കൊടുത്ത് യജമാനൻ പുറപ്പെട്ടു. സ്തോത്രം. എന്നാൽ
ചില ദിവസങ്ങൾ കഴിഞ്ഞ് ആ യജമാനൻ ആമേശ്വരം അവരുടെ അടുക്കലേക്ക് മടങ്ങി വരികയാണ്. ചില നാളുകൾ കഴിഞ്ഞ്, ചില വർഷങ്ങൾ കഴിഞ്ഞ്, ചില ദിവസങ്ങൾ കഴിഞ്ഞ് ആ യജമാനൻ അവരുടെ അടുക്കലേക്ക് അവൻ കടന്നു വരികയാണ്. ആരുടെ അടുക്കലേക്ക്? ദാസന്മാരുടെ അടുക്കലേക്ക്. സമ്പത്ത് ഏൽപ്പിക്കപ്പെട്ട ദാസന്മാരുടെ അടുക്കലേക്ക് യജമാനൻ കടന്നു വരുമ്പോൾ, സ്തോത്രം, വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അത് ആമേ സ്തോത്രം 16-ാം വാക്യം, 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്തു വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 കൂടെ നേടി. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. ബൈബിളിലെ പദങ്ങൾ കേൾക്കണം. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന താലന്തിന് ഒരു കണക്ക് തീർപ്പുണ്ട്. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു കണക്ക് തീർപ്പുണ്ട്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമ്പത്തിന് ഒരു കണക്ക് തീർപ്പുണ്ട്. അതിനകത്ത് നമ്മൾ കുറഞ്ഞു പോകല്ലോ, വർദ്ധിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഭൗമിക സമ്പത്തല്ല, ആത്മീക താലന്തുകളെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഭൗമിക താലന്തുകളല്ല, ആത്മീക താലന്തുകളെ കുറിച്ചാണ്. അടുക്കൽ വന്നു, വേറെ 5 കൊണ്ടുവന്നു. യജമാനനെ 5 താലന്തല്ലയോ എന്ന് ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 5 താലന്ത് കിട്ടിയ മനുഷ്യൻ 5 കൂടെ സമ്പാദിച്ച് അവൻ ഡബിൾ പോർഷനിലേക്ക് കയറി. 2 കിട്ടിയവന് സമ്പാദിച്ചു, അവനും ഡബിൾ പോർഷനിലേക്ക് കയറി. ഇത് തന്നെയാണ് ബൈബിൾ പറയുന്നത്. ഏലിയാവിൽ നിന്ന് ഏലീശയിലേക്ക് കയറി വന്നപ്പോൾ അത് ഡബിൾ പോർഷൻ ആയിട്ട് മാറി. സ്തോത്രം, ഹല്ലേലൂയ. രാത്രിക്കാലം ദൈവം ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിയും മുട്ടി ഒരു പോക്കല്ല. ആമേൻ, സ്തോത്രം, നമ്മളെ വർദ്ധിപ്പിക്കുന്നവരായി മാറണം. സ്തോത്രം, അത് വചനത്തിന്റെ സമ്പത്താകട്ടെ, ആമേൻ, സ്തോത്രം, അത് ശുശ്രൂഷയാകട്ടെ, ദൈവം തരുന്ന കൃപാവരമാകട്ടെ, നമ്മൾ അലസരാകരുത്, നമ്മൾ വർദ്ധിക്കുന്നവരായി മാറണം. നമുക്കൊരു 5 താലന്ത് തന്നിരിക്കട്ടെ, അത് നിങ്ങൾ വർദ്ധിപ്പിക്കണം. സ്തോത്രം, നോക്കോണേ, നിങ്ങൾ അലസരായി പോകല്ലേ. ഒരുപക്ഷെ നിങ്ങളുടെ ശബ്ദത്തിന് വലിയ ക്ലാരിറ്റി ഉണ്ടാകില്ല. ഒരുപക്ഷെ നിങ്ങളുടെ പാട്ട് പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഒരുപക്ഷെ നിങ്ങളുടെ പ്രസംഗം പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഒരുപക്ഷെ നിങ്ങളുടെ രൂപമാരും അംഗീകരിക്കത്തക്ക രീതിയിലായിരിക്കില്ല. നിങ്ങളുടെ സമ്പന്നതകൾ പലരും അംഗീകരിക്കുന്ന രീതിയിലായിരിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് കോട്ടില്ലായിരിക്കാം, കാറില്ലായിരിക്കാം. നിങ്ങൾക്ക് വലിയ സമ്പന്നതകളോ ശ്രേഷ്ഠതയോ പുരോഗമിയോ വർഗ മഹിമകളോ ഒന്നും പറയാനില്ലായിരിക്കാം. പക്ഷേ ആമേശ്വരം, എന്നിരുന്നാലും നല്ല ദാസൻ എന്ന് പറഞ്ഞ് ദൈവം ചില സമ്പത്ത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അടുത്തിരിക്കുന്ന മനുഷ്യനെ നോക്കിയിട്ടല്ല ദൈവം നമ്മളൊരു സമ്പത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഉദാഹരണം, അടുത്തിരിക്കുന്ന മനുഷ്യന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞാൻ ഈ സിസ്റ്റർക്ക് ഒരു കൃപാവരം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അദ്ദേഹം ആദ്യം ചോദിക്കുന്ന കാര്യം, എന്താണ് കർത്താവേ കൃപാവരം? ആമേൻ, സ്തോത്രം. അപ്പൊ അടുത്തിരിക്കുന്ന സഹോദരിയുടെ കർത്താവ് പറയും, ഞാൻ ഇന്ന വരമാണ് കൊടുക്കാൻ പോകുന്നത്. വിവേചനവരം, അല്ലെങ്കിൽ ഭാഷാവരം, അല്ലെങ്കിൽ രോഗശാന്തി വരം, ഭൂതശാന്തി വരം ഒക്കെ ഏതെങ്കിലും ഒക്കെ ആയിരിക്കാം. പക്ഷെ 30 കൃപാവരം ഉണ്ടല്ലോ. കർത്താവ് ഒരു വരം പങ്കിട്ടിരിക്കട്ടെ. ആമേൻ, സ്തോത്രം. ഏറ്റവും പോലും ആമേൻ, സ്തോത്രം, മനുഷ്യൻ പറയുന്ന കാര്യം അടുത്ത ആഴ്ച, കഴിഞ്ഞ ആഴ്ച കർത്താവെ അവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അവിശ്വസം എനിക്ക് നന്നായി അറിയാം. അപ്പൊ ഒരു മനുഷ്യനോട് ചോദിച്ചാൽ ആമേശ്വരം, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കുറിച്ച് കുറ്റം മാത്രമേ പറയൂ. എന്നാൽ ഒരു മനുഷ്യനോട് ചോദിക്കാതെ നമ്മുടെ കുറവുകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ, നമ്മുടെ ശബ്ദത്തിന്റെ കുറവും, നമ്മുടെ കേൾവിയുടെ കുറവും, നമ്മുടെ കാഴ്ചയുടെ കുറവും, നമ്മുടെ അറിവിന്റെ കുറവും, നമ്മുടെ ആരോഗ്യത്തിന്റെ കുറവും, നമ്മുടെ സമ്പന്നതയുടെ കുറവും, നമ്മുടെ എന്താ പറയുന്നേ, നമ്മുടെ ലോകപരമായ ജ്ഞാനത്തിന്റെ കുറവുകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം ചില താലന്തുകൾ നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. പലരോടും
ആമേ പ്രിയരെ, നമ്മളൊരു അഭിഷിക്തനായി മാറില്ല പ്രിയരെ. നമ്മളൊരു പ്രവാചകനായി പ്രവാചികയായി നമ്മളൊരു ദൈവത്തിന്റെ കൃപ വഹിക്കുന്ന പൈതലായി മാറുകയില്ല. എന്നാൽ ആരോടും ചോദിക്കാതെ ദൈവം ചില താലന്തുകൾ തന്നെങ്കിൽ ആ ദൈവം തന്നെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അവൻ ഇവിടെ വായിക്കുന്നു, ആ വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ ഈമാനം വന്ന് അവരുമായി കണക്ക് തീർത്തു. നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ പ്രവചനവന്തി നിങ്ങൾ ആരോടൊക്കെ പ്രവചിച്ചു, ആരും വിശ്വസിക്കാതെ വിശ്വസിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ പ്രവചന ശുശ്രൂഷ നിങ്ങൾ ചെയ്തു, നിങ്ങൾ എന്ത് പറഞ്ഞു, നിങ്ങളുടെ വചനം പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയ വെളിപ്പാട് എന്ത് ചെയ്തു, നിങ്ങൾ അത് ഉപയോഗിച്ചു, നിങ്ങൾക്ക് കിട്ടിയ പാട്ട് പാടാനുള്ള ഒരു കൃപ എന്ത് ചെയ്തു, അതിന്റെ ഉത്സാഹം നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് കിട്ടിയ പ്രാർത്ഥനാപരം നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ അതിനെ ആത്മാവിൽ കത്തിച്ചെടുത്തു, നിങ്ങളുടെ അകത്ത് പകർന്നിരിക്കുന്ന വചനത്തിന്റെ വെളിപ്പാട് നിങ്ങൾ അതിനെ തറയിൽ കുഴിച്ചിട്ടോ അത് പൊട്ടിക്കിളർത്തോ. ഞാൻ രാത്രി സ്വർഗത്തിന് വേണ്ടിയാണ് ശുശ്രൂഷിക്കുന്നത്. കാരണം ദൈവവചനം അത് നിലത്ത് വിതച്ചാൽ 30, 60, 100 മേനിയായി വരും. അത് ഡബിൾ വർദ്ധിച്ചു വരും, അത് വർദ്ധിച്ചു പെരുകും. അത് കുഴിച്ചിട്ട് അവിടെ കിടക്കുന്നതല്ല, അത് പെരുകി വരുന്നതാണ്. ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുന്ന വ്യക്തികളോട് ഞാൻ പറയുകയാണ്, ദൈവം നിങ്ങൾ വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ കൃപാവരത്തിനകത്ത് വർദ്ധിക്കണം, നിങ്ങളുടെ അഭിഷേകത്തിനകത്ത് വർദ്ധിക്കണം, നിങ്ങളുടെ അന്യഭാഷ വർദ്ധിക്കണം, നിങ്ങളുടെ ആത്മിക ജീവിതം വർദ്ധിക്കണം, നിങ്ങളുടെ ഭൗമിക ജീവിതം വർദ്ധിക്കണം, നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറണം, നിങ്ങൾ നല്ല ഡ്രസ് ഇടണം, നിങ്ങൾ നല്ല ഭാഷ സംസാരിക്കണം, നിങ്ങൾ ഉയരങ്ങൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതൊരു ബേസായിട്ടാണ് ദൈവം നിങ്ങൾക്ക് താലന്തുകൾ തന്നിരിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് താലന്തുകൾ തന്നിരിക്കുന്നത്. അവൻ ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ ചില സാക്ഷ്യങ്ങൾ പറയാൻ വേണ്ടി പോവുകയാണ്. ആ നല്ലൊരു അവൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കാൻ വിളിക്കും. ഞങ്ങൾ അവരെ മനസ്സറിഞ്ഞുക അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. 5 മിനിറ്റിനകത്ത് അവരുടെ അക്കൗണ്ടിനകത്ത് അത്ഭുതം നടക്കും. കഴിഞ്ഞ ഒരു കൺവെൻഷന് ശുശ്രൂഷിച്ചുകൊണ്ട് നിന്നപ്പോ കർത്താവ് എനിക്ക് പെട്ടെന്ന് ഈ കാര്യം ഓർമ്മ തന്നു. ഞാനിതൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ആമേശ്വരം അവിടെ ഇരിക്കുന്ന ആരും ഏറ്റെടുക്കുന്നില്ല, അത് ഏറ്റെടുത്തില്ല എന്ന് ഞാനിങ്ങനെ കരുതുന്നു. അത് എന്നിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഞാൻ തിരിച്ചു വന്നപ്പോൾ ആമേശ്വരം ഹല്ലേലൂയ എന്റെ അക്കൗണ്ടിലേക്ക് കാശ് വന്നു. ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വർദ്ധിക്കാൻ ചെയ്താൽ വചനമെന്ന വാള് നിങ്ങൾ എടുത്താൽ മതി. ആത്മീക ഗാനങ്ങളാലും സ്തോത്രങ്ങളാലും സ്തുതിഗീതങ്ങളാലും നിങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കുക. നിങ്ങളുടെ ശുദ്ധങ്ങളെ ദൈവം മാറ്റും. ഒരു വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോയി. ഞാൻ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അവരെ അക്കൗണ്ട് നോക്കി ബ്ലസ് ചെയ്യേ, ലക്ഷങ്ങൾ കടത്തിനകത്ത് കിടക്കുകയാണ്. ഞാൻ അവരെ നോക്കി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിക്കുന്നു അവരത് ഏറ്റെടുത്തില്ല. ഒരുപക്ഷെ അവർ ദുരുദ്ദേശമായിട്ടായിരിക്കും എത്തിയത്, അവരെ ഏറ്റെടുത്തില്ല. പക്ഷേ അത് ഞാൻ ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തോടു കൂടി അവിടെ പ്രാർത്ഥിച്ചപ്പോൾ അവൻ തിരിച്ചു വരുമ്പോൾ അക്കൗണ്ടിനകത്ത് കാശ് വന്നു. നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ സ്വർഗത്തിലൊരു ദൈവമുണ്ട്. നിങ്ങൾ മനുഷ്യരെ നോക്കി ഇറങ്ങിയതാണെങ്കിൽ അവരുടെ വിശ്വാസം നടന്നു പോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസം നടന്നു പോകും. എന്നാൽ ഇതിനകത്ത് ദൈവത്തെ നോക്കി ഇറങ്ങുകയാണെങ്കിൽ ആ വിശ്വാസത്തിനകത്ത് ഒരു കോട്ടവും ദൈവം പറഞ്ഞു, ആ വിശ്വാസം നിന്റെ മക്കളുടെ കണക്ക് തന്നെ എന്റെ കയ്യിലുണ്ട്. കണക്കുകളെ വരെ ഞാൻ നിന്റെ മുമ്പിൽ ഇതിനകത്ത് ഇരിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. ആവേശം ഒരു വീടുമായി ബന്ധപ്പെട്ട വിൽപ്പന നടക്കാൻ വേണ്ടി പോകുകയാണ്. ആവേശം എനിക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവിനോട് തുറന്നു പറയാൻ പറയുന്നു. ഒരു വീടുമായി ബന്ധപ്പെട്ട വിൽപ്പന നടക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവം
ഈ ദിവസങ്ങൾ വലിയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാം. ആമേശ്വരം ഞാൻ മീറ്റിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോ കർത്താവ് എന്നോട് ഇടപെട്ടു. ആമേശ്വരം ഒരു വ്യക്തിയുടെ കാലിനകത്ത് ഇങ്ങനൊരു വിഷയമുണ്ട്. കാലിന്റെ ഒരു ഭാഗത്തായിട്ട് അദ്ദേഹം മുൻകൊടുത്താണ് വന്നത്. പക്ഷേ ഞാനത് എന്റെ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ച് എന്നോട് ദൈവം പറഞ്ഞത് ഞാനങ്ങ് പറഞ്ഞപ്പോൾ ആമേശ്വരം അന്ന് വൈകിട്ട് എന്നെ വിളിച്ച് പറയുകയാണ്, ആമേശ്വരം ഞങ്ങളുടെ വീട്ടിൽ മീറ്റിംഗ് വെക്കണം. ഞങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രികാലം ദൈവം പറയുന്നത് ധൈര്യപ്പെടുത്തുന്നെങ്കിൽ അവൻ ദൈവം തന്ന താലന്തുകളെ ഏറ്റെടുത്ത് പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളുടെ ദേശത്ത് ആഗ്രഹമാക്കും. നിങ്ങളുടെ പട്ടണത്തിൽ ആഗ്രഹമാക്കും. അതിന് വചനമെടുക്കുക, വചനമെന്ന വിത്തെടുക്കുക. വർദ്ധിക്കാൻ ഒരൊറ്റ മാർഗം വചനത്തിന്റെ വിത്ത് നിങ്ങളുടെ വീട്ടിൽ വചനത്തിന്റെ വിത്ത് നിങ്ങളുടെ സ്വപ്നങ്ങളകത്ത് വിതയ്ക്കുക. വചനത്തിന്റെ വിത്ത് നിങ്ങളുടെ പേഴ്സിനകത്തേക്ക് വിതയ്ക്കുക. വചനത്തിന്റെ വിത്ത് നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് വിതയ്ക്കുക. വഞ്ചിക്കപ്പെടരുത്. പൗലോസ് പറയുന്നു, കർത്താവിനെ കൂടി സന്തോഷിക്കുന്നു. അത് തന്നെ നിങ്ങളോട് പറയുന്നു എന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, വഞ്ചിക്കപ്പെടരുത്. ഒരു സ്ഥാനത്ത് കിട്ടിയ മനുഷ്യൻ അവൻ എന്ത് ചെയ്തു? അവൻ അതിനെ കുഴിച്ചിട്ടു. അവനതിനെ കുഴിച്ചു. അവൻ കുഴിച്ചിട്ടിട്ട് കർത്താവിനോട് പറയുന്ന ഒരു താഴ്ന്ന് ലഭിച്ചവൻ പറയുന്ന കാര്യമുണ്ട്. ഒരു താഴ്ന്ന് ലഭിച്ചവനും അടുക്കൽ വന്ന്, യജമാനെ നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് അവൻ ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലത്ത് മറച്ചു വെച്ചു. നിങ്ങളുടെ താലത്ത് രാത്രി മറച്ചു വെക്കരുത്. ദൈവം തന്ന താലത്ത് മറച്ചു വെക്കരുത്. ദൈവം തന്ന താലത്ത് ഒളിച്ചു വെക്കരുത്. ദൈവം തന്ന താലത്ത് മറച്ചു വെക്കരുത്. ഈ മനുഷ്യൻ അതിനെ കുഴിച്ചിട്ടു. എന്നാൽ ആമേശ്വരം 25-ാം വാക്യത്തിനകത്ത് പറയുന്നു, നിന്റെ ഇതാ എടുത്തുകൊള്ളുക, നീ എനിക്ക് തന്നത് അതുപോലെ തന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഒന്നുകൂടെ ഞാൻ വാക്യം വായിക്കുന്നു, ദുഷ്ടനും മടിയനുമായ ദാസനെ ഞാൻ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞല്ലോ. ഇന്ന് രാത്രി ഞാനത് ആത്മാവിൽ പറയട്ടെ. നിങ്ങൾ പറ്റുമെങ്കിൽ ഈ മെസ്സേജ് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യണം. ഇന്ന് രാത്രി ഞാൻ ഭയങ്കര കാര്യം പറയാൻ പോവുകയാണ്. അവൻ ഇരുപക്ഷി ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര എതിർപ്പുകൾ ഉണ്ടാക്കാം. ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, അവൻ നമ്മുടെ പെന്തക്കോസ്ത് ആത്മമേഖല മുഴുവനും ഇങ്ങനെ കിട്ടപ്പെട്ടേക്കുകയാണ്. അവനെ വിതറാത്തെടുത്തുനിന്ന് വിതയ്ക്കാത്തത് കൊയ്യുന്നവനാണെന്ന് പറയുമ്പോൾ വചനം പറയുന്നു, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ ചിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ദൈവം അധ്വാനിക്കുവാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ദൈവം ആമെ കഷ്ടപ്പെടുന്നവരെ വിളിച്ച് മടിയന്മാരാക്കുവാനായിട്ടല്ല. ഓ പിതാക്കന്മാരെ, ആമേശ്വത്ര മാതാപിതാക്കളെ, വിശ്വാസികളെ, സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേശ്വത്ര ഒരു കാലത്ത് നിങ്ങൾ അധ്വാനിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ അധ്വാനിക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെ അടുത്ത് നിറവേറ്റി തരുന്നൊരു സ്വർഗമുണ്ട്. ഓ സ്തോത്രം. പൂർണ്ണ സമയം ശുശ്രൂഷിക്കുന്നവരെ നിങ്ങൾ പ്രാർത്ഥനയ്ക്കൊക്കെ തിരിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വർഗം നിറവേറ്റി തരും. എന്നാൽ എല്ലാവരും അങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഞാനും അതുപോലെ ലെവലെത്തിയിട്ടില്ല. ഞാനും അതുപോലെ പൂർണ്ണ സമയ മേഖലയിലേക്ക് പോയിട്ടില്ല. പക്ഷേ ആമേ സ്തോത്രം അധ്വാനിക്കുവാനും ചെലവിടുവാനും പ്രാഗൽഭ്യത്തോടെ പറയാം, കർത്താവ് എന്റെ കരങ്ങളെ ബലപ്പെടുത്തുന്നു. ഇനി പൂർണ്ണ സമയ സുവിശേഷ വരെയുള്ളവര് അത് കളഞ്ഞിട്ട് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്താ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന താമത്ത് നിങ്ങൾ വിശ്വസതയോട് ഉപയോഗിക്കുക. നിങ്ങൾ ആ താമസം
നിങ്ങൾ ആ താഴ്ത്തിലേക്ക് ഒഴിച്ചിട്ട് അവൻ ഇന്ന് പലരും പറയുന്നു വർദ്ധിക്കും, വർധനവ്, അനുഗ്രഹം, അനുഗ്രഹം. ശരിയാണ്, വേദപുസ്തകം അനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെട്ടു, നിന്റെ വീട് അനുഗ്രഹിക്കപ്പെട്ടു, അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിശ്ചയമാണ്, അതിനകത്ത് ഒരു മാറ്റവുമില്ല. പക്ഷേ ആ വിശ്വാസം നിന്റെ താഴ്ത്ത് നീ വർദ്ധിപ്പിച്ചോ. ഇന്നത്തെ പറയുന്നത് വിശ്വാസത്താൽ വർദ്ധിക്കും. വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ഒരു മാർഗമല്ല. വിശ്വാസം ദൈവത്തിൽ നമ്മളെ ബലമുള്ളവരാക്കി മാറ്റും. വിശ്വാസം നമ്മളെ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. വിശ്വാസം നിങ്ങളെ കർത്താവിൽ ശക്തന്മാരാക്കി മാറ്റുന്നു. വിശ്വാസം നിങ്ങൾ ക്രിസ്തുവിൽ ബലമുള്ളവരാക്കി മാറ്റുന്നു. വിശ്വാസം നിങ്ങളെ ഭാഗ്യന്മാരാക്കുന്നില്ല. സ്തോത്രം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ നിത്യവും നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവം നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞ് നാട് മുഴുക്കുന്ന ലോൺ എടുക്കരുത്. സ്തോത്രം. ഈ ലോണിന്റെ ഉത്തരവാദിത്തം കർത്താവ് ഏറ്റെടുക്കുന്നില്ല എന്ന് രാത്രി ഞാൻ പറയാം. സ്തോത്രം. സ്തോത്രം. അതേ പക്ഷേ അതേ സമയത്ത് തന്നെ അനേകം വ്യവസായം ചെയ്യുന്ന ദൈവമക്കളുണ്ട്, അനേകം വ്യവസായം ചെയ്യുന്ന ദൈവമക്കളല്ലാത്തവരുണ്ട്. അവരൊക്കെ ലോൺ എടുത്ത് വ്യവസായം ചെയ്ത് അവരുടെ കാലത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അവർ നശിച്ചു പോയിട്ടില്ല. അപ്പൊ എന്താ, താഴ്ന്ന് നമ്മൾ വർദ്ധിപ്പിക്കണം. ദൈവം തരുന്ന താഴ് നമുക്ക് വർദ്ധിപ്പിക്കണം. അത് സമ്പത്താകട്ടെ. സ്തോത്രം. നമ്മൾ ആകെ വർദ്ധിപ്പിക്കാൻ നോക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ സൗന്ദര്യം. സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി വചനത്തിനകത്തൊന്ന് വർദ്ധിക്കുക. ആ താഴെന്നൊന്ന് വർദ്ധിപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങളുടെ വാതിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. അനേകരുണ്ട്. അവരുടെ വിശ്വാസം തടന്നു പോകുന്നത് എന്തുകൊണ്ട്? അവരുടെ അകത്ത് വചനമില്ല. അവർക്ക് കോൺഫെഷൻ വരാത്തതുകൊണ്ട്, ശരിക്കും വചനത്തിന്റെ അടിസ്ഥാനം കിട്ടാത്തത് കൊണ്ട് അവരുടെ വിശ്വാസം തകർന്നു ഉടഞ്ഞു തണുത്തും പോകുന്നു. അവരോട് പറയുമ്പോൾ ഞാൻ വരുന്നില്ല, അവൻ അങ്ങനെയാണ്, ഇതാണ്, ഞാൻ ഇന്ന് കൺവെൻഷന് വരുന്നില്ല, ഇന്ന് ഞാൻ കൊയറിന് വരുന്നില്ല, ഇന്ന് ഞാൻ ബൈബിൾ വായിക്കുന്നില്ല. അവരുടെ വിശ്വാസം ബേസിക് ഇല്ലാത്തതാണ്. അവരുടെ വിശ്വാസം ക്രിസ്തുവില്ലാത്തതാണ്. അവരുടെ വിശ്വാസത്തിനകത്ത് വ്യക്തി അധിഷ്ഠിതമായ വിശ്വാസമാണ്, ക്രിസ്തു അധിഷ്ഠിതമായ വിശ്വാസമല്ല. ഇന്ന് രാത്രി ഞാൻ അതിൽ പറയുകയാണ്, വഞ്ചിക്കപ്പെടരുത്. ഒരു മർമ്മം, അതിന്റെ എസൻസ് കിട്ടണമെങ്കിൽ ആവശ്യം. അടുത്ത മൂന്നാമത്തെ വാക്ക് 25-ാം അധ്യായം 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1 വിളക്ക് എടുത്തുകൊണ്ടുവരുന്ന കന്യകമാണ്. 2 താലന്ത് വിനിയോഗിച്ച ദാസന്മാർ. 3 ചെമ്മരിയാടുകളും പോരാടുകളും. 3 ഘട്ടത്തിനകത്ത് മൂന്നാമത്തെ ഘട്ടത്തിനകത്ത് കയറി ഒന്ന് വിശദീകരണം പറഞ്ഞാലേ ഞാനിപ്പം പറയുന്ന വചനം നിങ്ങളുടെ അകത്ത് കത്തും. സ്തോത്രം. അതുകൊണ്ട് വഞ്ചിക്കപ്പെടരുത്. ഈ കാലഘട്ടത്തിൽ വഞ്ചിക്കപ്പെടാൻ ഏറെ ചാൻസ് ഉണ്ട്. 24-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ പറയാം. ആമേശ്വരം 24-ാം അധ്യായത്തിനകത്ത് പറയുന്നു, അവൻ കർത്താവിന്റെ വലവും ലക്ഷണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ 24-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, നിങ്ങളെ തെറ്റിക്കാതെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ വിരുദ്ധ തെറ്റിപ്പോകരുത്, നിങ്ങളുടെ ഓട്ടം തെറ്റിപ്പോകല്ല, നിങ്ങളുടെ ഫോക്കസ് മാറിപ്പോകരുത്. ക്രിസ്തുവായിരിക്കണം. നിങ്ങൾ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കും, നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും. സ്വതന്ത്രം. എന്നാൽ നിങ്ങൾ കണ്ണാടിക്കിലേക്ക് നോക്കുമ്പോൾ 2-ാമത്തെ ദിവസം ഇതെല്ലാം ഇടിഞ്ഞു വീഴും. കാരണം നോക്കുന്നത് 24-ാം അധ്യായം 11-ാം വാക്യം, കള്ളപ്രമാണം പലരും വന്ന് അനേകരെ തെറ്റിച്ചു കളയും. വാഗ്ദത്തങ്ങൾ നടക്കാതെ വരുമ്പോൾ, അത് എത്തിപ്പിടിക്കാൻ കഴിയാതെ വരുമ്പോൾ, ജീവിതത്തിന്റെ ക്രമീകരണങ്ങൾ കൊണ്ട്, വിശ്വാസത്തിന്റെ പൂർത്തീകരണം വരാത്തത് കൊണ്ട് അവരുടെ വാഗ്ദത്തങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയാതെ വരുമ്പോൾ, എന്താ പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ക്ഷമിക്കുന്ന മനോഭാവമുണ്ടോ? സഹിക്കുന്ന മനോഭാവമുണ്ടോ? സമാധാനത്തിന്റെ മനോഭാവമുണ്ടോ? ക്രിസ്തുവിനെ തെറ്റിക്കുന്നവർക്ക് അടികൂടാതിരിക്കാൻ മനോഭാവമുണ്ടോ?
കൊടുക്കുന്നൊരു മനോഭാവമുണ്ടോ? ഇതൊന്നും നമ്മുടെ അകത്തില്ല. ആമേശ്വരം പല ദൂതുകളും വാഗ്ദത്തങ്ങളും കിടപ്പുണ്ട്. പക്ഷെ ക്രിസ്തുവിൽ നമ്മൾ ഇപ്പോഴും ഒതുങ്ങി വന്നിട്ടില്ല. പോയോ? രാത്രി കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തുക. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ആമേശ്വരം ഹല്ലേലൂയ. 24 അധ്യായം 14 പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം അറിയിക്കണം. എന്ന് വെച്ചാൽ കർത്താവിന്റെ വരവ് ആകെ സുവിശേഷം അറിയിക്കപ്പെടും. ഭൂലോകം മുഴുവനും സുവിശേഷം അറിയിക്കപ്പെടും. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. എന്തെങ്കിലും താലന്ത് നിങ്ങൾ രാജ്യങ്ങളെ നോക്കി പ്രാർത്ഥിക്കുക, നിങ്ങൾ പട്ടണങ്ങളെ നോക്കി പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇവിടെ പോകാൻ കഴിയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. നിങ്ങൾക്ക് ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. മിഷണറി ടീമുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. പട്ടണത്തിൽ നടക്കുന്ന സുവിശേഷ യോഗങ്ങൾക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത വ്യക്തിയാണെങ്കിലും ദൈവാത്മാവ് നിങ്ങളെ ആത്മാവിൽ എടുത്തുകൊണ്ട് പോകും. ചാർജ് ചെയ്യുന്നുണ്ട്. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ആമേശ്വരം നിങ്ങൾ ചെറിയ ചെറിയ പുസ്തകങ്ങൾ എഴുതുന്നവരായി മാറും. ശോഭിച്ചു വരും. നിങ്ങളുടെ വെളിപ്പാടുകൾ ശോഭിച്ചു വരും. ഇതാണ് ദർശനം. യോഗിയോട് ഒരു ദർശനം ഞാൻ വേഗത്തിൽ ആമേശ്വരം ഈ സത്യത്തിൽ എടുത്തത്. പക്ഷെ കർത്താവിന്റെ അതിർത്തിച്ചത് എന്താണ് ദർശനം? ആമേശ്വരം ദൈവം ഒരു കാര്യം മോശയോട് പറഞ്ഞു, അത് നടക്കണം, അതിനകത്ത് നീ എത്തിച്ചേരണം. അതാണ് ദർശനം. പറയുകയാണ്. അപ്പൊ ആമേശ്വരം നിങ്ങൾ പഴയ ആൾക്കാരാണ്. അവൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു തരികയാണ്. ആമേശ്വരം ഇന്നത്തെ ചേട്ടന്മാരൊക്കെ കൂടെ നിൽക്കണമെങ്കിൽ അവരെയൊക്കെ സോപ്പിട്ട് 2 ചിക്കൻ മാച്ച് കൊടുത്തില്ലെങ്കിൽ അവര് നിൽക്കില്ല. ആമേശ്വരം പറയുക. അതുകൊണ്ട് വലിയ ഭാരപ്പെട്ട കാര്യമൊന്നും പറയില്ല. ആളൊക്കെ ചില വ്യത്യാസങ്ങൾ നിർത്തണം. ലോക പറഞ്ഞു കാണും, ഇത് ദൈവം എനിക്ക് ദർശനത്തിൽ തന്ന ദർശനമാണ്. ഇതിനകത്ത് കൂട്ടാനോ കുറയ്ക്കാനോ എന്നെ കൊണ്ട് പറ്റില്ല. രാത്രി ആരൊക്കെയോ അവനൊരു ശിഖം ചാടി എഴുന്നേൽക്കുന്നത് പോലെ പ്രാർത്ഥനയിൽ എഴുന്നേറ്റ് വരികയാണ്. ദൈവം ഇന്ന് രാത്രി എന്നെ കൊടുന്നു എന്ന് പറയുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ പറയുകയാണ്. ഇവരുടെ പ്രാർത്ഥനാ ജീവിതങ്ങൾ വേണ്ടി പോവുകയാണ്. നോക ദൈവം പണിയാൻ പറഞ്ഞ പെട്ടകത്തിന് അളവോ കൂട്ടിയോ കുറച്ചോ പറയാതെ ദൈവം പറഞ്ഞ അതേ അളവിൽ തന്നെ ചെയ്തു. മഴയില്ലാത്തപ്പോഴും ദൈവം പറഞ്ഞ വാക്തത്തിൽ പെട്ടകം പണിത് ദർശകനാണ് നോഹ. പലരും പറഞ്ഞു നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. പക്ഷേ നോഹ പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വഞ്ചിക്കപ്പെടാം. ദൈവം പറഞ്ഞത് നടത്തുക തന്നെ ചെയ്യും. ഇതിനകം ഉറപ്പിക്കുകയാണ്. ദൈവം പറഞ്ഞത് നടക്കുക തന്നെ ചെയ്യും. ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം നിങ്ങളോട് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ നന്മ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവരാജ്യത്തിനകത്ത് കയറുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മേൽ നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. 1000 പേര് ദർശനം വിട്ട് മാറരുത്. ദൈവം എന്നോട് എന്തു പറഞ്ഞു അതേ ഞാൻ ചെയ്യും. എനിക്കറിയാം ഭയങ്കര ശക്തമായ കാര്യമാണ് പറയുന്നത്. ആമേ നിങ്ങളുടെ ഫെലോഷിപ്പ് ഒക്കെ കൂടി വരുമ്പോൾ ഇത്തിരി സമ്പന്നനായ ഒരാളൊക്കെ വന്നിട്ട് പറയുമ്പോൾ അവരെ നിഷേധിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് പോകും. ദൈവം തന്ന ദർശനം വിട്ട് ഞാൻ മാറും പരിപാടിയില്ല. ഇതുപോലത്തെ 50 എണ്ണത്തിനെ തരുവാൻ എന്റെ ദൈവത്തിന്റെ കൃപയുണ്ട്. അതുകൊണ്ട് പണത്തിന്റെ പുറകെ ഞാൻ പോകും. ഞാൻ എന്റെ ദൈവത്തിന്റെ പുറകെ പോകുന്നു. മനുഷ്യനെ സൗഖ്യമാക്കിയത് യേശുവിൽ നിന്ന് പുറപ്പെട്ട ശക്തിയാണ്. യേശുവിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളാണ്. യേശുവിൽ നിന്ന് പുറപ്പെട്ട തേജസ്സാണ്. അവൻ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ തിരിച്ചതെങ്കിൽ അവന്റെ രക്തമാണ്. ആമേ സകല മാനവരാശിക്ക് മോചനം കൊടുത്തെങ്കിൽ പണമല്ല നമ്മുടെ അടിസ്ഥാനം. അവൻ പ്രശസ്തിയല്ല നമ്മുടെ അടിസ്ഥാനം. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്.
Amen. Hallelujah. നിങ്ങൾ കബളിപ്പിക്കപ്പെടരുത്, നിങ്ങൾ ശപിക്കപ്പെടരുത്. നിങ്ങൾക്ക് ദൈവം താരത് തന്നു. നിങ്ങളുടെ യജമാനായ ദൈവം നിങ്ങൾക്ക് ഒരു താരത് തന്നിട്ടുണ്ട്. അതിനെ നിങ്ങൾ പുറകോട്ട് പോകരുത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുകയാണ്, ചില കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ പോവുകയാണ്. എന്ത് പറ്റി? ആ താലന്ത്, ആ ദ്രവ്യം യജമാനൻ പറയുകയാണ്, നീ അത് ആമിനൊരു പൊൻവാണികക്കാരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ വന്ന് എന്റേത് പലിശയോടുകൂടി വാങ്ങിക്കൊള്ളുവായിരുന്നു. അർത്ഥം അവരെങ്കിലും അത് ഉപയോഗിക്കുമായിരുന്നു. ഉപസിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മള് അധികം ഉപസിക്കാതെ പ്രാർത്ഥിക്കാതെയൊക്കെ ദൈവം നമുക്ക് തളരുമ്പോ ആവശ്യം അല്ലിരിക്കുക. അത് കിട്ടാതിരിക്കുന്ന നോക്കിയിരിക്കുന്നവരുണ്ട്. അവരുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ സ്തോത്രം അവരതിനെ വർദ്ധിപ്പിച്ചിട്ട് ഇന്ന് കേൾക്കുന്നവരെല്ലാവരും വർദ്ധിക്കട്ടെ. നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കട്ടെ. വചനത്തിനകത്തോടെ നിങ്ങളുടെ വാഹനങ്ങൾ വർദ്ധിക്കട്ടെ. ദൈവവചനം കയറി ചെന്ന് അതിനകത്തൊക്കെ വചനം എഴുതി വെച്ച് യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വീട് വർദ്ധിക്കട്ടെ. അതിനകത്തൊക്കെ ജീവിക്കുന്ന വചനം എഴുതി വെച്ച് ഇതാണ് ഞങ്ങളെ ഉയർത്തിയെന്ന് പറഞ്ഞു. ആ താലന്ത് മാറ്റം അവന്റെ പക്കൽ യജമാനൻ പിടിച്ചു വാങ്ങി ആമേശ്വരം 10 താലന്തുള്ളവന് കൊടുത്തു. അപ്പൊ നോക്കണേ, 2 താലന്ത് കിട്ടിയവന് വർദ്ധിപ്പിച്ചു, 5 താലന്ത് കിട്ടിയവന് വർദ്ധിപ്പിച്ചു. പക്ഷെ ദൈവം ആർക്കാ കൊടുത്തത്? യജമാനൻ ആർക്കാ കൊടുത്തത്? 5 താലന്ത് കിട്ടിയവൻ വർദ്ധിപ്പിച്ചില്ലേ? അപ്പൊ വർദ്ധിപ്പിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമാണ് കേട്ടോ. മടിയന്മാരെ ദൈവത്തിന് ഇഷ്ടമല്ല. രാത്രി പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങുന്നവരെ ദൈവത്തിന് ഇഷ്ടമല്ല. വെളുപ്പാകാലത്ത് ആരും കാണാതെ പ്രാർത്ഥിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമാണ്. ആ ബൈബിൾ ഓവർ ടൈം എടുത്ത് വായിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ഉപവസിക്കുന്നവർ ദൈവത്തിന് ഇഷ്ടമാണ്. പ്രാർത്ഥിക്കറിയാം. അവൻ ഞാൻ കേട്ടിട്ടുണ്ട്, ഒത്തിരി പരിചയമില്ലെങ്കിൽ കേട്ടിട്ടുണ്ട്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന സഹോദരന്മാര് സഹോദരിമാര് ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യുന്നവരും അതിനോടൊപ്പം ഒരുമിച്ച് ഉപവസിക്കുന്നവരുമാണ്. പ്രാർത്ഥിക്കുന്നവരാണ്. അവരൊക്കെ നമ്മളെക്കാളും ഹൃദയക്കരുവേ. അവരൊക്കെ നമ്മളെ ഓരോരുത്തർക്കും ശക്തന്മാരായ പ്രവാചകന്മാരും പ്രവാചകന്മാരുമായിട്ട് അഭിഷക്തന്മാരെ കർത്താവിന്റെ കാര്യങ്ങൾ ഉപയോഗിക്കപ്പെടും. നമ്മളെ പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് അതിനെടുത്ത് ദൈവം അവർക്ക് കൊടുക്കും. അവരാ കഷ്ടപ്പാടിനിടയിൽ അവർ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നു. 120 അധിപന്മാർക്ക് രാജ്യങ്ങൾ കണക്ക് നോക്കുന്ന ആളായിരുന്നു ദാനിയേൽ. എന്നിട്ടും അദ്ദേഹം ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ മറന്നു പോയില്ല. മുട്ടുകുത്താനും വാല് തുറക്കാനും യെരൂശലേമിനെ നോക്കാനും പ്രാർത്ഥിക്കാൻ മറക്കാത്തൊരു പ്രാർത്ഥനാ ജീവിതം ദാനിയേലിനുണ്ടായി. താലന്ത് വിട്ടുകളഞ്ഞില്ല. പെട്ടെന്ന് ഞാൻ അടിച്ചു വരട്ടെ. ഇല്ലാത്തവന്റെ കയ്യിൽ നിന്ന് എടുത്ത് ഉള്ളവന്റെ കയ്യിലേക്ക് കൊടുത്തു. അർത്ഥം ആ വാക്യം കൊണ്ട് ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്, ദൈവത്തിനെ വർദ്ധിപ്പിക്കുന്നവരാണ് ഇഷ്ടം. ഞാൻ സാക്ഷാൽ വെട്ടിക്കളയുന്നു, അത് തീയിലേക്ക് എറിഞ്ഞു കളയും. എന്നിൽ കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി. ഒന്നുകൂടെ ഞാൻ വാക്യം ആവർത്തിക്കുന്നു, അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി. അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി വചനം വായിക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഫലം കായ്ച്ച പോരാ. കർത്താവ് അസൂയയില്ലാതെ പറയുന്നത് നിങ്ങൾ ഇനിയും ഫലം കായ്ക്കണം. നിങ്ങൾ ഇനിയും ഫലം കായ്ക്കണം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്, നമ്മൾ ഇനിയും ധാരാളം ഫലം കായ്ക്കണം. ആമേശ്വരം ഞാൻ ഈ 25-ാം അധ്യായത്തിന്റെ 1-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അവിടെ കർത്താവ് ഒരു ഉപമ പറയുകയാണ്. ആമേശ്വരം ഹല്ലേലൂയ. അവിടെ എന്ത് ചെയ്തു? ആമേശ്വരം സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കുവാൻ വിളക്കിയെടുത്തുകൊണ്ട് അവൻ പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. അവൻ 5 പേര് ബുദ്ധിയില്ലാത്തവരും 5 പേര് ബുദ്ധിയുള്ളവരും. അതെങ്ങനെ അറിഞ്ഞു കർത്താവ്? അടുത്ത വാക്യത്തിനകത്ത് വായിക്കുന്നു. അവൻ ബുദ്ധിയില്ലാത്തവർ അവൻ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും കൂടെ എടുത്തു. അവരുടെ കയ്യിൽ ശേഖരണം ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ വർത്തനം ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ ഒരു നീക്കിയിരിപ്പുണ്ടായിരുന്നു, അവരുടെ കയ്യിൽ ഒരു മാറ്റിവയ്പുണ്ടായിരുന്നു. സ്തോത്രം.
ഇന്ന് രാത്രിക്കാലം നിങ്ങൾ എന്റെ കൂടെ വരണമേ. അതിനകത്ത് ആശയത്തിനകത്തേക്ക് ഇറങ്ങി നിങ്ങളോട് വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അത്രണമെന്നുള്ള അകത്തൊരു ആഗ്രഹമുണ്ടായിരുന്നു. അവരതിനു വേണ്ടി പ്രിപ്പയർ ആയിരുന്നു, അവരതിനു വേണ്ടി ഒരുങ്ങിയിരുന്നു. ഇനി പോകുന്ന വഴിക്ക് എണ്ണ തീർന്നു പോയാലും, ഇനി ദൂരം കൂടി പോയാലും, ഇനി കാത്തിരിപ്പ് കൂടി പോയാലും, എങ്കിലും എന്റെ വിളക്ക് അണഞ്ഞു പോകാൻ പാടില്ല എന്നൊരു നിർബന്ധം 5 പേർ. എന്നാൽ 5 പേർ അലസരായിരുന്നു. എന്നും ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് അവർ കരുതി. ഉപവസിക്കാൻ പറ്റുന്ന സമയത്ത് ഉപവസിക്കും. നമ്മുടെ സൗന്ദര്യം മാത്രം നോക്കരുത്, ആരോഗ്യം മാത്രം നോക്കല്. ഉപവസിക്കാൻ പറ്റുന്ന സമയത്ത് നന്നായിട്ട് ഉപവസിച്ചു വേണം. അപ്പോഴത്തേക്ക് നമ്മളെ കൊണ്ട് പറ്റാത്ത സമയത്ത് നമ്മള് ഈ വലിയ വലിയ ബാരലിലൊക്കെ ഉപവസിച്ച് വെക്കുന്നില്ലേ ഈ എണ്ണ, ഇത് നമുക്ക് പറ്റാത്ത സമയത്ത് പോകാൻ പറഞ്ഞാൽ മതി. വിളക്ക് നിങ്ങൾ വരണം. ദൈവാത്മാവ് നിങ്ങൾ ആത്മാവിൽ കത്തിക്കുകയാണ്. എഴുന്നേറ്റു, വിളക്ക് തെളിച്ചു. ഇപ്പോൾ മണവാളം വന്നപ്പോൾ ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കുവാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ, കരുതിയിരുന്നവർ, ശേഷിപ്പുള്ളവർ, മിച്ചമുള്ളവർ, മാറ്റിവെച്ചവർ നിങ്ങൾ മാറ്റിവെക്കണം. നിങ്ങൾ അലസരായി പോകുന്നില്ല. നിങ്ങൾ കരുതി വെക്കണം. നിങ്ങൾ ഫുഡ് കരുതി വെക്കുന്നവരാകണം. നിങ്ങൾ വസ്ത്രം കരുതി വെക്കുന്നവരാകണം. നിങ്ങളുടെ സാമ്പത്തിക മേഖല നിങ്ങൾ സൂക്ഷിക്കുന്നവരാകണം. ക്കകത്ത് ആപത്തിനകത്ത് വീണു പോകരുത്. നിങ്ങൾ അലസന്മാരായി പോകരുത്. നിങ്ങൾ അഭിഷേകം കരുതുന്നവരാകണം. എണ്ണ കരുതുന്നവരാകണം. എണ്ണ കരുതുന്നവരാണെങ്കിൽ ജീവിതത്തിനകത്ത് സമ്പത്തും കരുതുന്നവരാണ്. ലോകത്തെ മോഹിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ കരുതുന്നവരാകണം. 2025 ഓപ്പണിംഗിൽ ഞങ്ങളുടെ ഒരു വാക്കാണ്, ഈ വർഷം നിങ്ങൾക്ക് ചില നീക്കിയിരിപ്പുകൾ ഉണ്ടാകണം, മാറ്റിവെക്കുന്ന അനുഭവം ഉണ്ടാകണം. അവർ വിശ്വാസം ഉൾപ്പെടെ പറയാം. എല്ലാവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആമേശ്വരം പലർക്കും കടഭാരങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. എന്തുകൊണ്ട്? ആമേശ്വരം നാട്ടുകാർ നോക്കുമ്പോൾ നിങ്ങളുടെ എങ്ങനെ പറ്റിയത്? മണവാളൻ കടന്നു വരുമ്പോ മണവാളൻ നമ്മൾ നല്ല പേരുണ്ടാക്കി കൊടുക്കുമോ അത് തകർന്നടിഞ്ഞ് ബുദ്ധിയില്ലാത്ത ഈ ദാസനെ പോലെ മണ്ണിനകത്ത് കുഴിച്ചിടുമോ? ഇന്ന് രാത്രികാലം നമ്മുടെ അകത്ത് ദൈവം തന്നിരിക്കുന്ന താരത്ത്, കൃപാവരമാകട്ടെ, ആരോഗ്യമാകട്ടെ, ആയുഷാകട്ടെ, കഴിവാകട്ടെ, സമ്പത്താകട്ടെ, അത് മൊത്തത്തിൽ വർദ്ധിപ്പിക്കണം. നിങ്ങൾ ചോദിക്കണമെന്നാകെ തിരിഞ്ഞു പറഞ്ഞാൽ എന്റെ കുടുംബത്തെയും വർദ്ധിപ്പിച്ചു, എന്റെ തലമുറയും വർദ്ധിപ്പിച്ചു. സമ്പത്തൊക്കെ വന്നിട്ട് പറഞ്ഞ് ദൈവത്തിന് വേണ്ടി മാറിപ്പോയില്ല. അവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. ശുശ്രൂഷകൾ പ്രയോജനപ്പെടുന്നു. അവൻ ദൈവ ദൂതുകൾ പ്രയോജനപ്പെടുന്നു. അത് വർദ്ധിച്ചതേ ഉള്ളൂ, കുറഞ്ഞു പോയിട്ടില്ല. അതിന് അവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ആരെ? എണ്ണ ശേഖരിച്ചു വെക്കാത്തവനെ. അപ്പോ ഭൗതികമായി എണ്ണ ശേഖരിച്ചു വെക്കാത്തവരെ നിങ്ങൾക്ക് അറിയുന്നില്ല. ആത്മീകമായി എണ്ണ ശേഖരിച്ചു വെക്കാത്തവരെ അറിയുന്നില്ല. എന്താ ഇത് പോകുന്നിടത്തോളം അങ്ങ് പൊക്കോട്ടെ, കാര്യമില്ല, സാരമില്ലെന്ന് പറഞ്ഞ് നടക്കല്ലേ. നിങ്ങളുടെ എണ്ണ സൂക്ഷിക്കുവാനും അതിനെ വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്കൊരു കരുതലിന്റെ മനോഭാവം ഉണ്ടാകണം. ആത്മീക അഭിഷേകത്തിന്റെ എണ്ണയും ഭൗമികമായ എണ്ണയും ആമേശ്വരം അത് നിങ്ങളെ പ്രകാശിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ പ്രകാശം കെട്ടുപോകാതിരിക്കാൻ ഒരു കരുതൽ നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ ആത്മാവിന്റെ പ്രകാശം കെട്ടുപോകല്ല, വചനത്തിന്റെ പ്രകാശം കെട്ടുപോകല്ല, വചനത്തിന്റെ ഉപദേശത്തിന്റെ പ്രകാശം നിങ്ങളുടെ അകത്ത് കെട്ടുപോകല്ല, ആത്മാവിന്റെ ലീഡിങ് നിങ്ങൾക്ക് കെട്ടുപോകല്ല. അതിനെ കത്തിപ്പിക്കുന്ന, അതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശം നിങ്ങളുടെ അകത്തുണ്ടാകണം. അതിനൊരു കരുതൽ നിങ്ങൾക്ക് വേണം. ഒരു വാക്ക് ഞാൻ 1 കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ആത്മാവിന്റെ പ്രയോജനം പൊതുസഭയുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് തർക്കിക്കുന്നതെന്ന് ആ വചനത്തിനകത്ത് അങ്ങനെയല്ലേ വായിക്കുന്നത്. നിങ്ങൾ ശേഷത്തിൽ വായിച്ചാൽ മതി, സമയത്തിലേക്ക് വേഗത്തിൽ പോകുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് പൊതു പ്രയോജനത്തിന് വേണ്ടി അഭിഷേകം തന്നിരിക്കുകയാണ്. നമുക്ക് എന്തൊക്കെ ആയെന്ന് പറഞ്ഞിരിക്കാനല്ല, പട്ടണങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ദൈവം തന്ന അഭിഷേകത്തെ നമ്മൾ പ്രകാശിപ്പിക്കുകയും വേണം. അപ്പോൾ തന്നെ തീരുന്നിടത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുകയും വേണം. നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം.
വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ അകത്ത് അഭിഷേകം വർദ്ധിക്കണം. നമ്മളെ കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ അകത്ത് അഭിഷേകം വർദ്ധിക്കണം. നിങ്ങൾ സ്വോത്രം പറയുമ്പോൾ പറയണം, ഉള്ള ഭാഷ പറഞ്ഞ സ്വോത്രമാണ്, അതിനകത്ത് ഭയങ്കര പവറുണ്ട്. ഞാൻ പറഞ്ഞു നോക്കാം, എണ്ണ നിങ്ങൾ വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ ആത്മീകമായിട്ടുള്ള എണ്ണ ശേഖരണങ്ങൾ വർദ്ധിക്കണം. നിങ്ങളുടെ ഭൗമികമായിട്ടുള്ള എണ്ണ ശേഖരണങ്ങൾ വർദ്ധിക്കണം. ഭൗതികമായിട്ടുള്ളതും ആത്മീകമായിട്ടുള്ള എണ്ണ വർദ്ധിപ്പിക്കുന്നത് ആരെയും ഓർപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ആത്മീക ഭൗമിക നിലനിൽപ്പുകൾക്ക് വേണ്ടിയിട്ടാണ്. അടുത്ത ഭാഗം ഞാൻ വായിക്കുകയാണ്. 31 മുതലുള്ള ഭാഗം, 31 മുതലുള്ള ഭാഗം ഞാൻ വായിക്കുന്നത് നിങ്ങളുടെ അകത്തേക്ക്, ഞാൻ ഈ വായിച്ച ഈ താളത്തിനകത്തേക്ക് ശരിക്കും ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടുകൂടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിരിക്കും. സകല ജാതികളും അവന്റെ മുമ്പിൽ മുട്ടുകുത്തും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിക്കും. അടുത്ത വാക്യം പ്രസക്തമാണ്. ചെമ്മരിയാടുകളെ വലത്തും കോലാടുകളെ തന്റെ ഇടത്തും. വലത് നിൽക്കുന്നവരോട് രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനെ പ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളും. അപ്പൊ ഇടത് നിൽക്കുന്നവരാരാണ്? ഇടത് നിൽക്കുന്നത് കോലാടുകളാണ്. വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. അവൻ 1-2 പേരൊക്കെ ലെഫ്റ്റ് ചെയ്ത് പോയി, പക്ഷെ അവർക്ക് വലിയ നഷ്ടമാണ്. നിങ്ങളത് അവരോട് പറയണം, ഇത് ഒന്നുകൊണ്ട് കേൾക്കണം. പറ്റുമെങ്കിൽ ആരെങ്കിലും അല്ല പാസ്റ്റർ, അവർക്ക് വേറെ മീറ്റിംഗ് ഉണ്ട് 9:30. അതെ, അവർ ബ്ലസ് ചെയ്യട്ടെ. വേഗത്തിൽ ഞാൻ പോലാടിന്റെ പ്രത്യേകതകൾ മാത്രം, ടൈം ഓവർ ആയതുകൊണ്ട് അവൻ ഞാൻ വേഗത്തിൽ വായിച്ചു പോകാം. ഒന്ന്, പോലാടിന്റെ പ്രത്യേകത, അവൻ ഉൽപ്പത്തി പുസ്തകം 15-9 ഇത് യാഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അപ്പൊ കോലാട് എന്ത് ചെയ്തിരുന്നു? ഈ ചെമ്മരിയാടിനെ പോലെ തന്നെ അവൻ മറ്റാടുകളുടെ പോലെ ഈ ആട് യാഗത്തിന് വേണ്ടി ഉപയോഗിച്ച ആടാണ്. ലേവ്യ പുസ്തകം 3:12 സ്തോത്രം. അവന്റെ വഴിപാട് കോലാടാകുന്നെങ്കിൽ അവൻ അതിനെ കൊണ്ടുവരണം. സ്തോത്രം. അപ്പൊ കോലാടിനെ യാഗം കഴിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ലേവ്യ പുസ്തകം 24 കോലാടിനെ വഴിപാടായി കൊണ്ടുവരണം. അവൻ ലേവ്യ പുസ്തകം 9:15 കോലാടിനെ പാപയാഗമായി അർപ്പിക്കണം. ലേവ്യ പുസ്തകം 20 അതിന്റെ 27-ാം വാക്യം കോലാടിനെ ദഹനയാഗമായി അവൻ അർപ്പിക്കണം. സ്തോത്രം. അപ്പൊ കോലാടെന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ യാഗത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ആടുകളാണ്. എന്നാൽ ഞങ്ങളുടെ പെട്ടെന്നിരിക്കട്ടെ, ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് എന്ന് പറയുന്നു, ഇസ്ഹാക്കിനെ അവൻ പഠിക്കാൻ മുഖാന്തരമായ ഈ കോലാടാണ്. എന്തുകൊണ്ടാണ് കോലാട് മാറ്റി നിർത്തപ്പെട്ടതെന്നോ? സ്തോത്രം. ചെമ്മരിയാട് വലത് ഭാഗത്തും കോലാട് ഇടത് ഭാഗത്തുമായത് എന്തുകൊണ്ട് ഇതിനകത്തൊരു ഉയർത്തിരിപ്പ് വന്നെന്നോ? കോലാടിനകത്ത് പറ്റിക്കുന്ന സ്വഭാവമുണ്ട്. യാക്കോബിനോട് യേശാവിനോട് പറയുന്നല്ലോ, മക്കളെ നിങ്ങൾ ചെന്ന് യേശാവിനോട് പറയുന്നല്ലോ, മകനെ നീ ചെന്ന് എനിക്ക് വേട്ടയിറച്ചി കൊണ്ടുവരണം. ആമേശ്വരം. ഇത് അമ്മ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇത് യാക്കോബിനോട് പറയുകയാണ്. പറഞ്ഞിട്ട് ഒരു കോലാടിനെ പിടിച്ചു അതിൽ അറുത്ത് അതിനെ വേവിച്ച് പാകം ചെയ്ത് അപ്പന് കൊടുത്തു വിടുകയാണ്. കാട്ടുമൃഗമെന്ന വ്യാജേന. അപ്പൊ കോലാട് ബൈബിളിനകത്ത് യാഗം കഴിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുകയും അതേ കോലാട് തന്നെ ഒരു അനുഗ്രഹം തട്ടിയെടുക്കാൻ വേണ്ടി മുഖാന്തരമാക്കാൻ അപ്പനെ പറ്റിക്കുകയാണ്. അപ്പൊ പിതാവിന്റെ അനുഗ്രഹം, സ്വർഗത്തിലെ പിതാവിന്റെ അനുഗ്രഹം, അപ്പന്റെ ഭവനത്തിന്റെ അനുഗ്രഹം കടന്നു വരണമെങ്കിൽ പറ്റിക്കുന്ന സ്വഭാവം മാറണം. പറ്റിച്ചുവിടം വാങ്ങിക്കുകയാണ്. കോലാട് പറ്റിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. സ്വഭാവമുണ്ട്. ഈ കോലാടിനെയൊക്കെ കർത്താവിന്റെ വരലിൽ നിന്നൊക്കെ മാറ്റി നിർത്തും. സ്തോത്രം. 31-ാം വാക്യം കോലാടിനെ കൊന്ന് അതിന്റെ അത് ഭയങ്കര പവർഫുള്ളാണ്. സ്തോത്രം. കൊന്ന് അതിന്റെ രക്തമെടുത്ത് യോസേഫിന്റെ ഉടുപ്പ് അങ്ങോട്ട് മുക്കി വീട്ടിൽ ചെന്ന അപ്പനോട് മക്കള് പറഞ്ഞു, അപ്പ നിന്റെ മകനെ ഒരു മൃഗം കടിച്ച് കീറിക്കളഞ്ഞു, അവന്റെ വസ്ത്രം മാത്രം ഞങ്ങൾ
പറഞ്ഞിരിക്കുന്നു, ഇത് ഞങ്ങളുടെ ശേഷിപ്പാണ്. നോക്കോട്ടെ, കോലാടിന്റെ രക്തം കൊണ്ട് മുക്കിയെടുത്ത ഒരു വസ്ത്രം കൊണ്ട് അപ്പനോട് പറയണം, നിന്റെ മകൻ നഷ്ടപ്പെട്ടു പോയി. അപ്പം കോലാടിന്റെ ആകെ ഉപയോഗിക്കി അപ്പനെ പറ്റിക്കാൻ ഉപയോഗിക്കി. അപ്പോൾ തന്നെ അവൻ മറുഭാഗത്ത് വേറൊരു അപ്പനെ നഷ്ടബോധത്തിനകത്ത് കൊണ്ടുവരികയും ചെയ്യുന്നു. സ്വർഗത്തിലെ അപ്പൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന അപ്പനല്ല, നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന അപ്പനാണ്. അതിനകത്തൊരു ദൂത് കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്ത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ആവശ്യമുള്ള ഒരു കോലാടിന്റെ രക്തമെടുത്ത് യോസേഫിന്റെ വസ്ത്രം, അങ്കി അവൻ രക്തത്തിൽ മുക്കി നഷ്ടപ്പെട്ടു പോയെന്ന് കാണിക്കുമ്പോ മറ്റൊരു കുഞ്ഞാട് കാൽവരി ക്രൂശിൽ ആവേശം തകർന്ന് ആ രക്തത്തിൽ ശരീരത്തെ മുക്കി നേടിയെടുത്തു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അസാധ്യകാല ചേര് എന്തൊക്കെ ആർക്കൊക്കെ ചിലത് പിടികിട്ടിയെന്ന് തോന്നുന്നു. ആമേശ്വരം പോകാട് അത് നഷ്ടപ്പെടുത്തുന്ന സ്വഭാവമുണ്ട്, അത് ചതിക്കുന്ന സ്വഭാവമുണ്ട്, അതിനെ വഞ്ചിക്കുന്ന സ്വഭാവമുണ്ട്. ഈ ദിവസങ്ങളിൽ ആത്മീകമായി സാമ്പത്തികമായി ആമേശ്വരം ദൈവാത്മാവിൽ നമ്മൾ തിരിച്ചറിയണം. ആമേശ്വരം ആദ്യ പ്രിയ ദൈവ പൈതലിന് അവ എന്തുകൊണ്ട് ചെമ്മരിയാടിനെ പോരാടിനെ വേർതിരിച്ചു. ആമേശ്വരം പിതാവിന്റെ അനുഗ്രഹിക്കപ്പെട്ട രാജ്യത്തിനകത്തേക്ക് പോരാടുകളെ എന്തുകൊണ്ട് അവിടെ സ്വീകരിച്ചില്ല? കാരണം പോരാടുകൾക്ക് ചതിക്കുന്ന സ്വഭാവമുണ്ട്. ആത്മീകമായി വഞ്ചിക്കുന്നവരെ, ചതിക്കുന്നവരെ, കത്തിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമല്ല. കാലഘട്ടത്തിൽ വഞ്ചിക്കപ്പെടുന്ന പോരാടുകളുടെ കൂട്ടത്തിലാണെങ്കിൽ തിരിഞ്ഞ റൊട്ടേറ് ദൈവരാജ്യം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ആമേ മനസ്സ് തിരിഞ്ഞ് മാനസാന്തരപ്പെടുന്നവരെ അവൻ സ്വീകരിക്കുന്നു. അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നവരെ അവൻ സ്വീകരിക്കുന്നു. Hallelujah. Jesus. Hallelujah. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് ആമേ സമ്പാദിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഞാനൊരു മാധ്യമത്തിനകത്ത് കണ്ടു, യൂട്യൂബിനകത്താണ് കണ്ടത്. ദൈവദാസൻ തന്നെ അവനൊരു വിശ്വാസിയുടെ വലിയ ബിസിനസ് മുഖാന്തരം നേടിയെടുത്തു. അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്, ഇന്ന് അവർക്കൊക്കെ വലിയ കാറും വീടൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ സാമ്പത്തികത്തിനകത്ത് മുന്നിപ്പോയി വേദി പറയാൻ ആഗ്രഹിക്കുന്നു. അറിയാം, എല്ലാ മനുഷ്യരും സാമ്പത്തിക കൊണ്ടുള്ളവരാണ്. തീർക്കുവാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത നിമിഷങ്ങൾ ദൈവം നിങ്ങളെ സഹായിക്കുമോ? നിങ്ങൾ ക്രമം വെച്ച് ഓരോ കടം വെച്ച് നിങ്ങൾ തീർക്കണം. നിങ്ങൾ ചെമ്മൻകാലുകളെ പോലെ സംഘത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ യഹോവയുടെ ഇടയനാകുന്നു. ആ വലിയ ഇടയന്റെ കീഴിൽ വലിയ നന്മകൾ, 14 വിധ നന്മകൾ അതിനകത്ത് പറയുന്നുണ്ട്. ആ നന്മകൾ ഇതിനകത്ത് വരണമെങ്കിൽ കർത്താവിന്റെ ദാസി ഓപ്പണിംഗ് മെസ്സേജ് ആയിട്ട് പറഞ്ഞതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ വഞ്ചിക്കപ്പെടരുത്. കർത്താവ് പറഞ്ഞിരിക്കുന്നതും കാലവും ആ ദുർഘട സമയവുമാണ്. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. നിങ്ങൾ സാമ്പത്തികമായി നിങ്ങൾ സ്റ്റേബിൾ ആകണം, സാമ്പത്തികമായി ഉറപ്പുള്ളവരാകണം. പിശാചിന്റെ ഭയങ്കര മാത്രമാണ് വ്യാപാരങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ടുവന്നിട്ട് ഘോഷിക്കാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, വേദപുസ്തകം വായിക്കാൻ കഴിയുന്നില്ല, ദൈവവേല ചെയ്യാൻ കഴിയുന്നില്ല, സഭയിൽ പോകാൻ കഴിയുന്നില്ല. ഓവർ ടൈം ചെയ്യുകയാണ്. എന്തിനാ? ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാൻ. എന്നാൽ ഇന്ന് രാത്രി പറയണം, ദൈവമേ എന്റെ അകത്ത് അങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ടെങ്കിൽ സ്വർഗം അതിനെ മാറ്റണം. ഞാനൊരു പോരാടൻ, എനിക്ക് ചെമ്മരിയാടായി മാറണം. ദൈവത്തിന്റെ വലത് ഭാഗത്തേക്ക് പറയാം, എനിക്ക് ദൈവരാജ്യത്തിന്റെ നന്മ അനുഭവിക്കണം. ഞാൻ നഷ്ടപ്പെട്ടു പോകരുത്. ഞാൻ ഭൂമിയിൽ നന്മ അനുഭവിക്കുന്നു. എന്റെ ദൈവരാജ്യത്തിന്റെ നന്മ ഞാൻ അനുഭവിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരാളായി പോകുന്നില്ല. കർത്താവിന്റെ വരവിൽ ഞാൻ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ താലന്തിനെ നിങ്ങൾ വർദ്ധിപ്പിക്കണം. അതിനെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഒന്നാമത് അവയെ വർദ്ധിപ്പിക്കുവാൻ മാറ്റിയിരിപ്പ്, നീക്കിയിരിപ്പ്, ശേഷിപ്പ് അവർക്കുണ്ടായിരുന്നു. അവിടെ ഒരു വർധനമുണ്ടായിരുന്നു. വർധനമുണ്ടായിരുന്നു. മൂന്നാമത്തെ ഭാഗത്ത് കോലാട് എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു? അത് ലോകമോഹങ്ങൾക്ക് വേണ്ടി വർദ്ധിക്കുന്നതായിത്തീർന്നു. അത് ലോകത്തിൽ നഷ്ടബോധങ്ങളെ കൊണ്ടുവരുന്നതായിത്തീർന്നു. അത് വഞ്ചനയുടേതായിത്തീർന്നു. കർത്താവ് പറഞ്ഞു, ഇത് നിത്യതയ്ക്കകത്ത് പ്രവേശിക്കില്ല. പക്ഷെ ചെമ്മരിയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ വാക്യം 23-ാം വാക്യം, 25-ാം അധ്യായം 23-ാം വാക്യം, അതിന് യജമാനം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു,
ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കാം. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ദൈവിക സന്തോഷത്തിനകത്തേക്ക് പ്രവേശിക്കുക. ദൈവിക ആനന്ദത്തിനകത്തേക്ക് പ്രവേശിക്കുക. നിങ്ങൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ അതിനെ ആഘോഷമാക്കി മാറ്റുക. നിങ്ങളുടെ അകത്ത് നിന്നിരിക്കുന്ന കൃപാവരങ്ങളെ വർദ്ധിപ്പിക്കുന്ന നിങ്ങളെ പലരും പരിഹസിക്കുന്നെങ്കിലും നിങ്ങൾ അതിനകത്ത് സന്തോഷിക്കുക. ദൈവം നിങ്ങൾ സന്തോഷിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിടക്കുന്നെങ്കിൽ, പട്ടണമടഞ്ഞാലും ദൈവരാജ്യത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞാലും ദൈവത്തിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും അടയുകയില്ല. ഇന്ന് രാത്രികാലം ഞാൻ ഒരു ഉപസംഹാരത്തിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ താലന്തുകൾ വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാകും. മനസ്സിലായി എന്തുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു? വർദ്ധനവ് വർദ്ധനവ് എണ്ണ വർദ്ധിക്കണം, താലന്ത് വർദ്ധിക്കണം. നിങ്ങൾക്ക് കർത്താവിന്റെ രാജ്യത്ത് പ്രവേശനമുള്ളവരായി മാറി. ഒരു നിമിഷം കണ്ണുകളടക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് പരസ്യബോധം ശുശ്രൂഷിക്കാൻ പോകാൻ പറ്റുമോ? നിങ്ങൾക്ക് ട്രാക്ട് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊരു ട്രാക്ട് എഴുതാൻ പറ്റുമോ? നിങ്ങൾക്കൊരു മാറ്റി നീക്കി വെച്ചിട്ട് ഒരായിരം ട്രാക്ട് പ്രിന്റ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് രാത്രിക്കാൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. ആവശ്യം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ദിവസത്തെ യോഗം, ഒരു സുവിശേഷ യോഗം വയ്ക്കാൻ പറ്റുമോ? നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ായിട്ടുള്ള ചലഞ്ച് ഇന്ന് രാത്രികാലം ഏറ്റെടുത്ത് ഞാൻ കർത്താവിന് വേണ്ടി ഞാൻ എന്റെ താഴ്ന്ന് വർദ്ധിപ്പിക്കും. മീറ്റിംഗിലേക്ക് രണ്ടുപേരെ കൊണ്ടുവരാൻ പറ്റും. മറ്റൊരു മീറ്റിംഗിലേക്ക് നിങ്ങൾ രണ്ടുപേരെ പറഞ്ഞു വിടാൻ പറ്റുമോ? രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് അധ്വാനിക്കാൻ പറ്റും. എല്ലാ കണ്ണുകളും അടച്ചാൽ കർത്താവേ എനിക്ക് കഴിയുന്നില്ല, പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് പോരാടാകാൻ അവൻ താല്പര്യമില്ല. വിളക്കിൽ എണ്ണ കരുതി വെച്ചിരുന്ന 5 കന്യകമാരെ പോലെ ആത്മികമായും ഭൗമികമായും എനിക്ക് നീക്കിയിരിപ്പുകൾ വേണം. നിങ്ങളുടെ ആത്മാവിന്റെ പ്രകാശം അത് പ്രകാശിക്കണം. ആത്മാവിന്റെ 9 വരങ്ങളും പ്രകാശിക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ്. അത് പ്രകാശിപ്പിക്കണം. കർത്താവേ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി വ്യക്തികളുടെ ദൈവത്തിന്റെ അമ്മാവ് കൊണ്ടല്ലോ. ഇന്ന് രാത്രി ഈ വ്യക്തികളുടെ ദൈവത്തിന്റെ അമ്മാവ് സന്ദർശിക്കുന്നല്ലോ. ഇവരോട് പരിശുദ്ധമായി ഇടപെടുന്നല്ലോ. അങ്ങനെ ദൈവത്തിനകത്തോട് ആവേശില്ല. ഇതിനകത്ത് പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുണ്ട്. ഒരു ദൈവശബ്ദം ഞാൻ ഇങ്ങനെ കാണുന്നു. ആറണിക്ക് വേണ്ടി പോകും അടിവിധ അവനെന്ന് പറയും. ദൈവശബ്ദമുള്ളവരൊക്കെ പറഞ്ഞാട്ടെ. അവനെ കർത്താവെ അവനെ വിശദീകരിച്ചു. അതിന്റെ ആഴങ്ങളെ ഈ ബസ്സുകളെ പരിശുദ്ധങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടപെടണം. അനേകരിലേക്ക് ഇത് കൈമാറുവാൻ ആത്മാവിൽ നിലനിൽക്കുവാൻ, ആമേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ, നശിച്ചു പോകാതെ ആമേ ഭൗതികമായും ആത്മീയമായും അനുഗ്രഹം പ്രാപിക്കുവാൻ ഈ കൂട്ടായ്മ ബ്ലസ് ചെയ്തു പറയുന്നു. പ്രവർത്തിച്ചാണ് ആമേ തൊക്ക് സംബന്ധമായ ഉള്ളവരെ തലവേദനകളെ കർത്താവ് സൗഖ്യം വർദ്ധിക്കണം. നീ വരഞ്ഞു പോകലെന്ന കർത്താവാക്കി ചില പെയിനുകളെ മണവാളനടുത്ത് വന്നാൽ നിന്റെ ദുഃഖം സന്തോഷമായി മാറും. നിന്റെ കാത്തിരിപ്പ് അവിടെ അവസാനിക്കും. ആ വലിയ സന്തോഷത്തിനകത്ത് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കും. അവൻ നടക്കാൻ വേണ്ടി പോകും. അവൻ ചില വിദേശികളെ ചില ഷിഫ്റ്റിംഗ് നടക്കാൻ വേണ്ടി പോവുകയാണ്. അവൻ ഇതിനകത്ത് പങ്കെടുക്കുന്നവരുമായി
ചില ഒരുപാട് അഭിഷേകമായി സംബന്ധിച്ച കർത്താവിന്റെ ഉറച്ചിരിക്കുന്നവരെ ദൈവം മാനിക്കാൻ വേണ്ടി പോകുന്നത്. ചിലർക്ക് അതിന് സാമ്പത്തികമായിട്ടുള്ള ഡെലിവറൻസ് നടക്കാൻ ഈ നന്മകളെ ദൈവാത്മാവിനെ ഇങ്ങനെ കാണിക്കുന്നു. അതിനകത്ത് നിന്ന് ചില നന്മകൾ കുത്തി മുളയ്ക്കുന്നു. കർത്താവെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ക്ഷണിച്ച പ്രിയാന്റിയെ യൂത്തിനെ കടന്നു നെല്ലുതിരി മക്കളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്ന കർത്താവ്. ആരും പുറകോട്ട് പോകാതെ എല്ലാവരും ശുശ്രൂഷയെ വർദ്ധിച്ചു വരികട്ടെ. പട്ടണങ്ങൾ, രാജ്യങ്ങൾ, ലോകത്തിന്റെ അറ്റം വരെ ഈ അന്ത്യകാലഘട്ടത്തിൽ ഉയർത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തമായി, ഓരോരുത്തരെക്കാളും അധികമായി ഓരോരുത്തരെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ.